ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി എവിടെയാണെന്ന് ഞാൻ ആദ്യം സംരംഭകരോട് ചോദിച്ചപ്പോൾ അവർ പല രാജ്യങ്ങളുടെ പേരോ പറഞ്ഞു. ഈ തിരുവനന്തപുരത്ത് ചെറിയ വില്ലേജിൽ നിന്നാണ് വരുന്നതെന്നുള്ള ആർക്കും അറിയില്ല. കോവിഡ് സമയത്ത് ഡൈമർ ടെസ്റ്റ് ചെയ്യാനുള്ള കൺസ്യൂമബിൾ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യക്കാരെ രക്ഷിച്ച ആ കമ്പനി ഏതാണ്? അത് നമ്മുടെ ഈ കടയിരിപ്പുന്ന ഗ്രാമത്തിലുള്ള കമ്പനിയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ ചേലക്കര ബൈ ഇലക്ഷൻ സമയത്ത് പോയപ്പോൾ അവിടെ ചെറിയ കമ്പനിയിൽ നിന്ന് ഫ്രാൻസിലേക്കാണ് ഈ എർത്തിങ് മെറ്റീരിയൽ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അത് മന്ത്രി എന്നല്ല എനിക്ക് തന്നെ പുതിയ അറിവ് അവിടെ ചെല്ലുമ്പോൾ. അപ്പം അങ്ങനെയുള്ള കേരളമാണ്. എന്നാൽ കേരളത്തിൽ കുറച്ച് കുറവുകളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായി. നമസ്കാരം. ഇന്ന് മണി ടോക്സിൽ അടുത്ത പോഡ്കാസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് ഇൻ്റർവ്യൂവിന് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ മിനിസ്റ്റർ പി രാജീവ്, ഇൻഡസ്ട്രീസ്, ലോ ആൻഡ് കൊയർ. ഞാൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എനിക്കത്. ആൻഡ് അനദർ തിങ് ഈസ് ദാറ്റ് ഞാൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള വിഷയം പറഞ്ഞാൽ ഞാനും കുറച്ച് സാറിൻ്റെ ഫാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം. ഈ ടൈം നമുക്ക് വേണ്ടി തന്നതിനും ഈ ഒരു സോഷ്യൽ മീഡിയ എഫേർട്ട് ഇടുന്നതിനും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ വെൽക്കം സാർ. താങ്ക് യു. നിങ്ങളുടെ ഈ ചാനൽ വളരെ പോഡ്കാസ്റ്റിംഗ് നല്ല ഓഡിയൻസ് ഉണ്ട്. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ച് വളരെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ അവതരണം തന്നെ, നിങ്ങളുടെ ചിരിയും വളരെ പോസിറ്റീവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു എനർജി നിങ്ങളുടെ പോഡ്കാസ്റ്റ് വഴി കിട്ടുന്നുണ്ടാകും. താങ്ക് യു. വളരെ സന്തോഷം ഇങ്ങനൊരു സംസാരിക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ കണ്ടിരുന്ന ഒരു കാര്യം, ഞാൻ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ബോംബെയിലൊക്കെ ഉള്ള ടൈമിലൊക്കെ ആണെങ്കിലും ഞാൻ ലിങ്ക്ഡിനിലൊക്കെ നോക്കുമ്പോൾ ഒത്തിരി പല സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു തെലങ്കാനയിലത്തെ മിനിസ്റ്റർ വന്നിട്ട് എപ്പോഴും വന്നിട്ട് ടിം കുക്കിൻ്റെ മുന്നിലേക്ക് ഇരുന്നൊരു വർത്തമാനം പറഞ്ഞത് ഇതെല്ലാം ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും എന്ന് കേരളത്തിലത്തെ മിനിസ്റ്റേഴ്സ് അത് ചെയ്യുന്നുള്ളത്. അതിൽ എനിക്കൊരു ഉത്സാഹം തോന്നിങ്ങനെ സാറിൻ്റെ ലിങ്ക്ഡിനിലൊക്കെ ഒത്തിരി പോസ്റ്റുകൾ ഞാൻ കാണാറുണ്ട്. അത് ശരിക്കും ഒരു സിൻസിയർ എഫേർട്ടാണ് അത് ഒരു ആൾക്കാരെ കാണിക്കാനായിട്ട്. ഇപ്പോൾ കേരളത്തിൽ എത്രമാത്രം ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. കാരണം മീഡിയയിൽ ഇപ്പോൾ വീഴുന്നുണ്ടാവും, പക്ഷേ അത്രയധികം വരുന്നില്ല. പക്ഷേ എന്നാലും സാറിൻ്റെ പോസ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എത്ര ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്നുണ്ട്, എത്ര വലിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഡവോസിലൊക്കെ പോയിട്ട് സംസാരിച്ചത് ഇതെല്ലാവരും വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു വ്യൂവിൽ ഇപ്പോൾ കേരളം എത്രമാത്രം പോസിറ്റീവായിട്ട് ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന്. കേരളം ഇപ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അന്തരീക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഇൻഡെക്സിലെല്ലാം. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളം വളരെ മോശമായിരുന്നില്ല. നമ്മൾ പറഞ്ഞ് വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തുടക്കം മുതൽ കേരളത്തിലുള്ള കമ്പനികളൊക്കെയാണ് ഫോക്കസ് ചെയ്ത് അവരെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ചിലർ പറയും ഇവിടെ ഈ ബാർബർ ഷോപ്പും പെട്ടിക്കടയും ബ്യൂറേജും മാത്രമേ ഉള്ളൂ എന്നാണുള്ള ഒരു പൊതു ഡീപ്പ് റൂട്ടഡായ പ്രിസംഷൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതല്ല കേരളം. കേരളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി എവിടെയാണെന്ന് ഞാൻ ആദ്യം സംരംഭകരോട് ചോദിച്ചപ്പോൾ അവർ പല രാജ്യങ്ങളുടെ പേരോ പറഞ്ഞു. ഈ തിരുവനന്തപുരത്ത് ചെറിയ വില്ലേജിൽ നിന്നാണ് വരുന്നതെന്നുള്ള ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒലിയോറസിൻ മേക്കിംഗ് ഉണ്ടാക്കുന്ന ഫൈസ് പ്രോസസ്സിങ്ങിൻ്റെ ഹബ്ബ് എവിടെയാണ്? ഈ കമ്പനികളൊന്നും അന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഞാൻ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ എൻ്റെ കാലത്ത് തുടങ്ങിയതല്ല, അത് നേരത്തെ ഉള്ളത് തന്നെ. ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഒരു കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് സമയത്ത് ഡൈമർ ടെസ്റ്റ് ചെയ്യാനുള്ള കൺസ്യൂമബിൾ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യക്കാരെ രക്ഷിച്ച ആ കമ്പനി ഏതാണ്? അത് നമ്മുടെ ഈ കടയിരിപ്പുന്ന ഗ്രാമത്തിലുള്ള കമ്പനിയാണ്. അപ്പോൾ ഇതൊന്നും ആ സമയത്ത് ആരുടെ മുൻപിലില്ല. അപ്പോൾ ഇങ്ങനെ കേരളത്തിലുണ്ടോ? ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ ചേലക്കര ബൈ ഇലക്ഷൻ സമയത്ത് പോയപ്പോൾ അവിടെ ചെറിയ കമ്പനിയിൽ നിന്ന് ഫ്രാൻസിലേക്കാണ് ഈ എർത്തിങ് മെറ്റീരിയൽ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അത് മന്ത്രി എന്നല്ല എനിക്ക് തന്നെ പുതിയ അറിവ് അവിടെ ചെല്ലുമ്പോൾ. അപ്പം അങ്ങനെയുള്ള കേരളമാണ്. എന്നാൽ കേരളത്തിൽ കുറച്ച് കുറവുകളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായി. അപ്പോൾ ആളുകൾ ചോദിക്കേ ഇതിപ്പോൾ റാങ്ക് മാറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ 28 കിട്ടുമ്പോൾ എങ്ങനെയാണോ റാങ്കിങ്, അതേ റാങ്കിങ് തന്നെയാണ്. 28 നമുക്ക് ആയപ്പോൾ ആർക്കും സംശയമില്ല. എല്ലാവരും ഇത് 28ആണ്. ഒന്നായി കഴിഞ്ഞപ്പോൾ ഇത് റാങ്കിങ് ശരിയാണോ? ഒന്നായി. അപ്പോൾ ഇപ്പോൾ നല്ല മാറ്റം വന്നിരിക്കുന്നു. നല്ലൊരു അന്തരീക്ഷം. നമ്മുടെ ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണം. എല്ലാം കൊണ്ടും വളരെ സമ്പന്നമാണ് കേരളം. കുറേ കൂടി നമ്മൾ
മുന്നേറേണ്ടതുണ്ട്. അതിൻ്റെ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ കേരളത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം ശരിക്കും വളരെ ഭൂപ്രകൃതിയിൽ കുറച്ച് സ്ഥലം കുറവുള്ളൂ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ നമ്മൾ ജി ഡി പി ഒക്കെ ആണെങ്കിൽ ഭയങ്കര നല്ല ഒരു കോൺട്രിബ്യൂഷൻ തന്നെയുണ്ട്. ഇപ്പോൾ എനിക്ക് 4% നമ്മൾ ജി ഡി പിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് 4th എക്കണോമി ആയിട്ട് വളർന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ജനസംഖ്യ ഇതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ പെർ ക്യാപിറ്റ ജി ഡി പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ 140th പൊസിഷനാണ്. അപ്പോൾ ഇതിന് എന്താണ് നമ്മൾ സാധാരണ കേരളത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ആൾക്കാരുടെ ഇൻകം കൂട്ടാനും? കാരണം എൻഡ് ഓഫ് ദ ഡേ ഈ കൂട്ടത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ ബില്യനേഴ്സ് ഉള്ളത് എന്ന സാധാരണക്കാർ. അപ്പോൾ സാധാരണക്കാരുടെ ഒരു ഇൻകം കൂട്ടാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ? അതിലിപ്പോൾ ഒരു പ്രശ്നം, നമ്മളിപ്പോൾ 4th എക്കണോമി എന്ന് പറയുന്നു. പക്ഷേ IMF പറയുന്ന മേ ബി ഈ FY 26 മേ ബി എന്നുള്ളതാണ് ചെറിയ ഒരു നാരോ മാർജിൻ. പക്ഷെ അത് നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രസംഗിച്ച് ആയി എന്ന് മറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളാകാം ഒരു മാറ്റം. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവാണ്. ആ പെർ ക്യാപിറ്റ തന്നെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ ബില്യനേഴ്സിൻ്റെയും കൂട്ടിയിട്ടാണല്ലോ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അതുകൂടി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മോശം, ഇപ്പം തന്നെ മോശമാണ്, അതിനേക്കാൾ വളരെ മോശം. ഇൻകം, ഈ ഇൻവാലിറ്റി, അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരു ഏറ്റവും കുറവ് വ്യത്യാസമുള്ള സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. അതാണ് ഈ കേരള മോഡലിൻ്റെ തന്നെ ഒരു പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇനി ഒന്നുകൂടി മെച്ചപ്പെടുത്താനാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. എന്താ ഈ ഗവൺമെൻറ് ലക്ഷ്യം? മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന പോലെ നമുക്കൊരു മിഡിൽ ഇൻകം കൺട്രീസ് ഉണ്ടല്ലോ, നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസൊക്കെ പോലെയുള്ള ഒരു അർദ്ധ വികസിതമായിട്ടുള്ള, ഇപ്പോൾ അമേരിക്ക പോലെ നമുക്ക് അങ്ങനെയല്ല, മറ്റ് രാജ്യങ്ങളുടേതുപോലെ പ്രതിശീർഷ വരുമാനം ജനങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല പൊട്ടൻഷ്യൽ കേരളത്തിനുണ്ട്. അത് നമ്മൾ കണ്ടെത്തി അത് ഷോക്കേസ് ചെയ്യണം. അതിലാണ് നമുക്ക് നെഗറ്റിവിറ്റിക്കാണ് കുറേ കൂടി. ഇപ്പോൾ നിങ്ങൾ എല്ലായിടത്തും സഞ്ചരിക്കുന്നതാണല്ലോ, ഇപ്പോൾ സ്വന്തമായി കാറിൽ സഞ്ചരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, നമ്മളിപ്പോൾ ഏത് വണ്ടി ആദ്യം നോക്കാം? മൊബൈൽ എടുത്തിട്ട് നമ്മുടെ ഏതാണ് നമുക്ക് ഇഷ്ടമുള്ള വണ്ടികൾ അല്ല, നമ്മുടെ ഒരു ആപ്പ് എടുക്കുമല്ലോ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാ? ഇപ്പോൾ ഊബറൊക്കെ ഊബറായിരിക്കും ഉപയോഗിക്കുക. ഈ ഊബർ എവിടെ നിന്നാണ് എഴുതി അത് വർക്കല ബീച്ചിൽ നിന്നാണ്. അപ്പോൾ ട്രാൻസ്ഫർ വന്നിട്ട് അത് വർക്കല ബീച്ചിലിരുന്നിട്ടാണ് അവരുടെ ടീം ഫുള്ളിരുന്നിട്ട് യൂബർ ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ആ അന്തരീക്ഷത്തിൽ ഇരുന്നിട്ടാണ്. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് വർക്ക് ഫ്രം കേരള. നിങ്ങൾ സ്വീഡനിലാണെങ്കിൽ 3 മാസം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ക്ലൈമറ്റ് പ്രശ്നമാണ്, വെതർ പ്രശ്നമാണ്. പൊതുവെ സ്കാൻഡിനേവിയൻ കൺട്രീസ് അങ്ങനെയാണ്. മറ്റു പല സ്ഥലങ്ങളിലും ഭയങ്കര, ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമ്പോൾ -3 -4 ഒക്കെയാണെന്ന്, -10 ആയിരുന്നു ഒരു ദിവസം. ആ സമയത്ത് അവർക്ക് ഇങ്ങോട്ട് വരാം, ഇവിടെ ഇരിക്കാം, ഇവിടെ നിന്ന് ജോലി ചെയ്യാം, തിരിച്ച് അവരുടെ സമയം അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ട് നമുക്ക്. ശുദ്ധവായു, ശുദ്ധജലം, ക്ലൈമറ്റ് 24/7. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ചില പ്രകൃതി പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും 24/7 വർക്ക് ചെയ്യുക. കുറച്ചുകൂടി സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു അന്തരീക്ഷമുണ്ട്. നമ്മൾ ഈ വ്യവസായം വരുമോ ഇല്ലെന്ന് ചോദിക്കും ചിലർ, വലിയ കമ്പനികൾ വരുമോ എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാം, അങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്ന കമ്പനി ഉണ്ടോ? ഇപ്പോൾ ചിലർ പറയില്ല ഇന്ന കമ്പനി അവിടെ പോയി, അവർ പോയിട്ടൊന്നുമില്ലെങ്കിലും അങ്ങോട്ട് പോയെന്ന് പറയും. പക്ഷേ ചില കമ്പനികൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 85-90% ജോലി ചെയ്യുന്നത് മൈഗ്രൻ്റ് ലേബർ ആയിരിക്കും. പിന്നിപ്പോൾ റോബോട്ടിക്സ്, AI ഒക്കെ വന്നതോടുകൂടി മാനുഫാക്ചറിങ് കമ്പനിയിലൊന്നും അധികം ജോലി കിട്ടാൻ പോകുന്നില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഭയങ്കരമായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ നോർവേ പോയപ്പോൾ ഒരു കമ്പനി 4 പേരേ ഉള്ളൂ. ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനിയാണ്. വണ്ടിയിൽ ഇറക്കുന്നു, അത് റോബോട്ടിനെടുക്കുന്നു, പാക്ക് ചെയ്യുന്നു, തുറക്കുന്നു, റോ മെറ്റീരിയൽ കൊണ്ടുപോകുന്നു, പിന്നെ എല്ലാം മെക്കനൈസ്ഡാണ്. 3 പേര് കൺട്രോൾ റൂമിലുണ്ടെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഒരാളുണ്ട്. അപ്പോൾ അത്രയും എങ്ങനെയൊക്കെ വരും നമുക്ക് പറയാൻ പറ്റില്ല ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം നമുക്കെവിടെ ജോലി കിട്ടും? പിന്നെ AI വന്ന IT-യിലും കുറച്ച് കുറവ്. ഇപ്പം നമുക്ക് പക്ഷേ ജിനോം അല്ലെങ്കിൽ ബയോടെക്, ലൈഫ് സയൻസ്, നമ്മുടെ IT മേഖല, GCCകൾ, ഇങ്ങനെയുള്ള മേഖലയാണ് നമുക്ക് സാധ്യത. നമ്മുടെ ചെറുപ്പക്കാരിപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് പറ്റിയ ജോലി ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ ജോലിയുണ്ട്. ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഗുജറാത്ത് എല്ലായിടത്തും ആളിലും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ജോലിയുണ്ട്. നമ്മുടെ ആൾക്ക് പറ്റിയ ജോലിയല്ലേ ഉള്ളത്.
ഓക്കെ. നമ്മൾ ഈ ജോലി ഭാവിയിൽ നമുക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യണം, ഇന്നാൾ വേണമെന്നില്ല, നമുക്ക് കൃഷി മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മുടെ ആളുകൾ ബ്രെയിൻ വെച്ച് ചെയ്യുന്ന ജോലി നമ്മുടെ കൂടി ഉണ്ടാക്കണം. അതാണ് നമ്മൾ നോക്കേണ്ട ഒരു ഭാഗം. അങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ ആളുകൾ ഇൻകം വർദ്ധിപ്പിക്കാൻ പറ്റും. നമുക്കിപ്പോൾ നല്ല ഇൻകമുള്ള ആളുകളുണ്ട്, നല്ല രീതിയിൽ വരുന്നു, ഇതും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഹോപ്പും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നല്ലൊരു സിറ്റുവേഷൻ തന്നെ. പക്ഷേ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞെങ്കിൽ പെർ ക്യാപിറ്റ GDP-യിലും കാര്യങ്ങൾ ഇന്ത്യയുടെ ആവറേജിനേക്കാളും കൂടുതൽ നമ്മുടെ ഉണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെയാണ് ഈവൻ ഓരോരോ കാര്യങ്ങളും. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് മെയിനായിട്ട് ഉള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ്. സ്പൈസസിൻ്റെത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലാണ്. ഇപ്പം ടൂറിസത്തിന് ഭയങ്കര ഒരു കേരളത്തിലാണ്. അപ്പോൾ ഇത് ശരിക്കും കേരളക്കാർക്ക് ആ ഒരു അഭിമാനം ഉണ്ടോയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇത്രയില്ലേ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് അയ്യോ അതുണ്ടോ എന്ന് സംശയമുള്ള ടൈപ്പാണ്. അപ്പോൾ എങ്ങനെ ആളുകളിലേക്ക് ഈ ഒരു പെർസെപ്ഷൻ മാറ്റാനാണ് ഇപ്പോൾ മിനിസ്റ്റർ അല്ലെങ്കിൽ ഗവൺമെൻറ് വല്ല ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? അതിൽ നിങ്ങൾ മുമ്പിലേക്ക് ഇരിക്കുന്നു. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് ശരി. ഇപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ആളോട് ചോദിക്കുമ്പോൾ ആളുകൾ അജ്ഞരായിരുന്നു, അവർ അറിയില്ല. കാരണം അവർ പബ്ലിക് ഡൊമൈനിൽ ഇല്ല അതൊന്നും, ഈ കമ്പനികളിലൊന്നും. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുടെ സ്റ്റേറ്റ് ഏതാണ്? ഇപ്പോൾ എനിക്ക് വൺ ഓഫ് കേരളമായിരിക്കും. വൺ ഓഫ് അല്ല, തന്നെയാണ്. നമ്മളും രണ്ടാമതും തമ്മിൽ വലിയ ദൂരമാണ്. മഹാരാഷ്ട്ര സെക്കൻഡ് ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ്. നമ്മളിപ്പോൾ FDI തന്നെ 35% അവിടെ പോണത്. ഇന്ത്യയിലെ മൊത്തം 35-38%. അവിടെ 35 ഹോട്ടൽ. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് 91 ആയെന്ന് പറയുന്നു. പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് ഒടുവിൽ 53 ആയിരുന്നു. ഈ 53 എവിടെയാണ്? വ്യത്യാസം ഇന്ത്യയിലൊരു 1.16% സ്ഥലത്താണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ 1.16% ഉള്ളൂ കേരളം. വളരെ ചെറിയൊരു പൊട്ടുപോലുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ളത്. ഇത് നമ്മൾ പറയുമ്പോൾ ആദ്യം ഇത് നമ്മൾ പറഞ്ഞ് അങ്ങനെയാണോ? അപ്പോൾ ആളുകൾ അത് ബാറ് കിട്ടാൻ വേണ്ടി വന്നതാണ്. കൂടാതെ തന്നെ കമൻ്റ് അങ്ങനെ ഇരിക്കും. അപ്പോൾ ടാറ്റയ്ക്ക് 20 പ്രോപ്പർട്ടി ഉണ്ട് കേരളത്തിൽ, 20 പ്രോപ്പർട്ടീസ്. ടാറ്റ ബാറ് നടത്താൻ വേണ്ടി കേരളത്തിൽ വന്നിട്ട് ചെയ്യില്ലല്ലോ. ഹിൽട്ടൺ ഇപ്പോൾ 2-3 ഒരെണ്ണം തിരുവനന്തപുരത്ത് 2 ഇവിടെ വരുന്നുണ്ട്, ITC വരുന്നുണ്ട്, എല്ലാ ബ്രാൻഡും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് കേരളത്തിൽ. അതാണ് നമ്മൾ കാണേണ്ടത്. ടൂറിസം മേഖലയിലെല്ലാം നമ്മൾ വളരെ മുമ്പിൽ തന്നെയാണ്. നമ്മളെല്ലാവരും കൂടി അതങ്ങ് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കണം ഇതാ പൊട്ടൻഷ്യൽ. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ വന്നതിന് ശേഷം കഴിഞ്ഞ ഗവൺമെൻറ്റും ഇപ്പോൾ പുതിയതായി തുടങ്ങുന്ന കമ്പനികൾ, നമ്മളെന്നെ എത്രയോ കമ്പനികൾ ഉദ്ഘാടനം ചെയ്യുന്നു, ലോകത്തിലെ കമ്പനികൾ. പക്ഷെ അതൊന്നും ആളിലേക്ക് എത്തുന്നില്ല. അത് കുറേ നമ്മുടെ ലിങ്ക്ഡിൻ വഴിയൊക്കെ ഇപ്പോൾ ഒരു 10-30,000 ഫോളോവേഴ്സ് ഉണ്ട്. അതൊക്കെ വെച്ച് അത്രയൊക്കെ എത്തുമായിരിക്കും. അല്ല, അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 3.5 കോടി ആൾക്കാരുണ്ട്, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കോടിയുണ്ട്. അപ്പോൾ അതിൽ സാറിൻ്റെ 30,000 ചിലപ്പോൾ അതിൻ്റെതായ യൂസേഴ്സിൻ്റെ പിന്നെ അത്തരം ഉള്ള ഒരു കമ്മ്യൂണിറ്റി വേറെയാണ്. അത് കുറച്ച് പോസിറ്റീവ് തന്നെ. പക്ഷെ അത് അത്തരം ആളുകൾക്കൊക്കെ ഡെഫിനറ്റ്ലി ഒരു പോസിറ്റിവിറ്റി നമ്മളെ പറ്റി ഉണ്ടാവും. പക്ഷെ എന്നാലും പല ആൾക്കാർക്കും ഒരു പേടിയുണ്ട് ഇപ്പോഴും. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം, ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഞങ്ങൾ ഓണ സെലിബ്രേഷൻ എല്ലാം നടത്തിയിരുന്നു. കാരണം അത്രയും മലയാളി കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അവരോട് ഇപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് കേരളത്തിലേക്ക് വായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടാവില്ല. അതിന് കാരണം അവർക്ക് ചിലപ്പോൾ അവയർനെസ് ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു പേടി, ഈ ശമ്പളം കിട്ടുന്ന ജോലി എനിക്ക് അവിടെ കിട്ടില്ല, അല്ലെങ്കിൽ ഈ ഫെസിലിറ്റി എൻ്റെ മക്കൾക്കും എൻ്റെ വൈഫിനും കിട്ടുന്നത് കേരളത്തിലില്ല. അപ്പോൾ ഈ ഒരു പേടി നമ്മുടെ ജനറൽ വർക്കിംഗ് ക്ലാസ്സിനുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ മറ്റുള്ള സ്റ്റേറ്റ് എടുത്താൽ മതി. ആ ആൾക്കാർക്ക് ഈ കോൺഫിഡൻസ് ബൂസ്റ്റ് എങ്ങനെയാണ് കൊടുക്കാനായിട്ട്? ഇപ്പോൾ കുറേ മാറ്റം വന്നത്. ഞാനിപ്പോൾ IBM തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ HCL ഇവരൊക്കെ പോകുമ്പോൾ അവിടുത്തെ എംപ്ലോയീസായിട്ട് ഇൻട്രാക്ഷനൊക്കെ നടത്തുമ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. ഓക്കെ, കറക്റ്റ്. ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്ത ആൾ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ അന്തരീക്ഷം മാറാണല്ലോ ലോകത്തിൻ്റെ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അമേരിക്കയിൽ വിസ ഉണ്ടെങ്കിൽ പോലും എങ്ങനെ തിരിച്ച് നാളെ വരുമെന്ന് ഉറപ്പില്ല. വിലം കിട്ടിട്ടാണോ വിലം കിടാതെയാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. വിസ നിയമം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. UK പുതിയ നിയമം വന്നു. കാനഡ പല പ്രശ്നങ്ങൾ വന്നു. ആസ്ട്രേലിയ കുറച്ച് വലിയ രാജ്യവും കുറച്ച് ജനങ്ങൾ ഉള്ളതുകൊണ്ടുണ്ടെങ്കിലും അവിടെയും വംശീയമായ ചില പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു ടിക്കറ്റ് എടുത്ത് വയ്ക്കണം നാട്ടിലേക്ക്. നിങ്ങളിപ്പോൾ ഏത് ജോലി ചെയ്താലും.
അപ്പോൾ ഭാവിയിലൊരു വിലങ്ങോടുകൂടി വരണോ ഇപ്പം തന്നെ ഒരു ജോലിയോടുകൂടി തിരിച്ചു വരണോ എന്ന ചോദ്യം പലരും ഇപ്പോഴും അഭിമുഖീകരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ കറക്റ്റ്. അപ്പോൾ അവർ വരുമ്പോൾ നിങ്ങൾക്ക് ആ സാധ്യതയുണ്ടോ? അതാണ് നമ്മൾ ഇപ്പോൾ ഒരുക്കുന്നൊരു പ്രധാന ഭാഗം. അപ്പോൾ അതിലൊരു പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ആളുകളുടെ മനസ്സിലുള്ളൊരു ചിന്ത മാറ്റിയെടുക്കുക എന്നുള്ളതിനാണ്. ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഇത് പറഞ്ഞിരുന്നു, ചിലപ്പോൾ ആവർത്തന വിരസത ഉണ്ടാകാം. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ നിന്നാണ് വലിയൊരു കാറ് കമ്പനി കാറ് നിർമ്മിച്ച കാറ് പോർട്ടിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകുന്നു. 900 എൻജിൻ കാണാതായി. കേട്ടിട്ടുണ്ടോ? കേരളത്തിലാണ് ഒരു എൻജിൻ ഇറക്കുമ്പോൾ ഒരു ദിവസം ഏതെങ്കിലും തൊഴിൽ തർക്കമോ ഒന്ന് വൈകിയാൽ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം എന്താകുമായിരുന്നു? ഈ അടുത്തിടെ നടന്നില്ലെന്ന് ചോദിക്കില്ലേ? കാരണം അത് ലോകമാകെ എത്തും. ഓക്കെ. ഇത് കിയയുടെ ആന്ധ്രയിലെ പ്ലാന്റിൽ നിന്ന് പോയ എൻജിനുകളിൽ 900 കാണാതെ പോയി. ഓക്കെ. മോഷണം പോയി. അപ്പോൾ അത് അങ്ങനെ കേരളത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. BMW വന്നപ്പോൾ BMW വന്ന് അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ ഹർത്താൽ നിന്നായിരുന്നു അതുകൊണ്ടാണ് പോകണതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഹർത്താൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇവിടെ ഈ വെല്ലിംഗ്ടണിലെ ഹോട്ടലിൽ വെച്ച് CAയുടെ എല്ലാം ഒരു ഡിന്നർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് പിന്നെ ജോസ് ഡൊമിനിക്കും C ബാലഗോപാലെല്ലാം പബ്ലിക് ഡൊമൈൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളുടെ ഒരു രാജ്യത്തുനിന്ന് ഫാക്ടറിയിൽ നിന്ന് കണ്ടെയ്നർ പോന്നാൽ 10 കണ്ടെയ്നർ പോന്നാൽ 8 എണ്ണം പോർട്ടിലെത്തിയാൽ നന്നായി എന്ന് കരുതുന്നിടത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ 2 എണ്ണം വഴി കൊണ്ടുപോകും. ഒരു ആഫ്രിക്കൻ പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കേരളത്തിലില്ല. ഇതിപ്പോൾ അന്ന് നമ്മൾ ആഫ്രിക്ക പറയുന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ കിയയ്ക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ചിലർ ചോദിക്കുമോ അതിനവിടെ എഞ്ചിൻ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ മോഷ്ടിക്കാൻ എന്നായിരിക്കും അടുത്ത ചോദ്യം വരാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ വണ്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ ഒരു 1000 ഏക്കർ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് BMW പോയത്. പക്ഷെ ലോകത്തെ വണ്ടികൾ ഇപ്പോൾ ഓടുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരുവനന്തപുരത്തിൽ നിയന്ത്രിക്കാം. പോർട്ടല്ല ഓട്ടോമോട്ടീവ് ടെക്നോളജി. ഇപ്പം എല്ലാം സോഫ്റ്റ്വെയർ ഡിവൺ കാർസാണ്. നിങ്ങളുടെ കാർ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. തിരുവനന്തപുരത്തെ കമ്പനികൾക്ക് ടെസ്ല മാത്രമല്ല എല്ലാ കമ്പനി ഇപ്പോൾ നിങ്ങളുടെ മ്യൂസിക് സിസ്റ്റം എങ്ങനെയാണ്, ഡ്രൈവിംഗ് സിസ്റ്റം എങ്ങനെയാണ്, സെൽഫ് ഡ്രൈവ് ഉണ്ടോ, ടെസ്ലയൊക്കെ ഫുള്ളി ഓട്ടോമേറ്റഡ്. അത് മാത്രമല്ല ഇപ്പോൾ ഈ ബെൻസിൻ്റെ അതുപോലെ തന്നെ BMW-ൻ്റെ ഓഡിയുടെ എല്ലാം ടെക്നോളജി തിരുവനന്തപുരത്ത് നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ്ബാക്കി മാറ്റി. ജർമ്മനിയാണ് പിന്നെ പ്രധാനം ഓട്ടോമോട്ടീവ് ടെക്നോളജിയുടെ. ഇപ്പോൾ കാറ് നമ്മൾ ഓടിക്കണ്ടല്ലോ, നമ്മൾ എല്ലാം വളരെ ഇതായിട്ടുണ്ട്. മറ്റേ ടെസ്ല പോലെ അല്ല ഫുള്ളി ഓട്ടോമാറ്റഡ് അല്ലെങ്കിൽ പോലും ബാക്കി കാറെല്ലാം സോഫ്റ്റ്വെയർ അല്ലേ ഡിവണാണല്ലോ. ഐഫോണൊക്കെ ഉള്ള പോലെ അവിടെ സിസ്റ്റം ചെയ്യാം. നിങ്ങൾക്ക് കാറിന് ഇവിടെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് ജർമ്മനിയിൽ ഓടുന്ന ഒരു കാറിന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ടെക്നോളജി എങ്ങനെയാണ് ഇപ്പോൾ സൗണ്ട്, ഇപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ട്. വലിയ ബെൻസിൻ്റെ പാട്ട് കേൾക്കുന്ന തിരുവനന്തപുരത്ത് നിന്നാണ്. അത് ഫ്രണ്ടിൽ അതും ഇപ്പുറത്ത് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരും. പല സൗണ്ടിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം പുതിയ ടെക്നോളജിയാണ്. പാട്ട് മാത്രമല്ല, ഇപ്പോൾ അതിനകത്തുള്ള TV ഇത് തിരുവനന്തപുരത്ത് നിന്നാണ്. അതിൻ്റെ ഫ്രണ്ടിലെ ഡെവലപ്പ് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണത്തിൻ്റെ പ്രോഗ്രാം എഴുതി. ചിലപ്പോൾ പ്രോഗ്രാം എഴുതി ആദ്യത്തെ മന്ത്രിയായിരിക്കും ഞാൻ. ഞാൻ എഴുതി തൊട്ടുള്ള ജനഐ ചെയ്തു. പണ്ടത്തെ പോലല്ലോ, പണ്ട് AI ആണ് ചെയ്യുള്ളൂ. ജനഐ ആണെങ്കിൽ പ്രോഗ്രാം നമ്മൾക്കൊരു അഹങ്കാരം പണ്ട് മനുഷ്യനുണ്ടായിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ പ്രോഗ്രാം നമ്മൾ എഴുതി കൊടുക്കണമല്ലോ. ഇപ്പോൾ ജനഐ പ്രോഗ്രാം എഴുതാൻ തുടങ്ങി. അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ നിങ്ങൾ അവിടെ എഞ്ചിൻ ഉണ്ടാക്കിക്കോ, ഓടാനുള്ളത് ഞങ്ങൾ തരാം, ടെക്നോളജി തരാം. നമ്മൾ വണ്ടി ഉണ്ടാക്കുന്നിടത്തിന് അധികം ആൾ വേണ്ട. ഈ കമ്പനികളിലൊക്കെ എത്ര പേരുണ്ട്, ഇനി എണ്ണം കുറയുള്ളൂ. പക്ഷേ ഇത് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ആൾ വേണ്ടി വരും. അപ്പോൾ അതാണ്, അപ്പോൾ ആ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ഈ ഹാർഡ് കോർ മാനുഫാക്ചറിങ് മാറിയിട്ട് ബാക്ക് എൻഡിലുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ആൾക്കാരെ കഴിയും. നമുക്കിപ്പോൾ ആകെ ഇത്ര ചെറിയ സ്ഥലമാണല്ലോ. ഒരു വശം മുഴുവൻ CRZ വരും, വേറെ വശത്ത് മറ്റേ പശ്ചിമഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ 30% വന കേരളത്തിൽ. ഇപ്പോൾ വന്യജീവികളാണ്, അത് പോരാന്ന് പറയണം, ഒരു നഗരത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇതുകൂടാതെ വെറ്റ്ലാൻഡ്, ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെറിയ സ്ഥലം ഇവിടെയുള്ളൂ. വളരെ ഫ്രജൈലാണ് ഇക്കോളജിക്കലി. അപ്പോൾ അതിന് പറ്റുന്ന നമുക്ക് വലിയ മാനുഫാക്ചറിങ് ബിഗ് ഇൻഡസ്ട്രീസ് നമുക്ക് വരില്ല. പക്ഷെ വെർട്ടിക്കൽ നമുക്ക് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ GCCകൾ പറ്റും, നമുക്ക് IT പറ്റും, അതുപോലെ ലൈഫ് സയൻസ് പറ്റും. ഇപ്പോൾ മെഡിക്കൽ ഡിവൈസ് നമ്മൾ ഇന്ത്യയുടെ മൊത്തം ഈ സ്ഥലവും 2.8% ജനങ്ങളുള്ളൂ. പക്ഷേ ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ 20% കേരളമാണ്. 20%. ഇപ്പം നമ്മൾ ലൈഫ് സയൻസ് പാർക്കിൽ ഒരു
ഹൈദരാബാദ് ജിനോം സിറ്റി പോലെ വലിയൊരു സംവിധാനം കൊണ്ടുവരണം. ഒരു 3600 കോടി ഇൻഫ്രാസ്ട്രക്ചറിന് തന്നെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടിയാണ്. ഓക്കെ. അപ്പോൾ വീണ്ടും ഇത് കൂടാൻ പോവാണ്. അപ്പം ഇങ്ങനെയുള്ള ഇൻഡസ്ട്രി നമുക്ക് പറ്റാം. ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രി കൊണ്ടുവരും. 10,000 പേര് ജോലി ചെയ്യുന്നുണ്ടെന്ന് കരുതാം. അവർക്ക് എത്ര ശമ്പളം? 10,000 രൂപയാണ് ശരാശരി ശമ്പളം. ഒരു വർഷം 120 കോടിയാണ് ആകെ കിട്ടുക ഈ 10,000 പേർക്ക്. ഇവർ നല്ലൊരു ശതമാനവും മൈഗ്രൻ്റാണ്. അവർ ചപ്പാത്തിയും ദാലൂടെ കഴിക്കുള്ളൂ, ബാക്കി പണം അങ്ങോട്ട് പോകും. IBM വന്നു, അല്ലെങ്കിൽ അതുപോലത്തെ ICL വന്നു. 61 ലക്ഷം വാങ്ങിക്കുന്ന ആൾ വരെ ഉണ്ട് പെർ ആനം. ഒരു 20 ലക്ഷം ഈ ഇതുപോലുള്ള കമ്പനികൾ പെർ ആനം കിട്ടും. 3000 പേര് എന്ന് പറയുന്നത് 600 കോടിയായി. ഈ 600 കോടി ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. 3000 പേര് വന്നാൽ അവർക്ക് ഒരു ഡ്രൈവർ വേണ്ടി വരും. അവർ ഫ്ലാറ്റ് എടുക്കും. അവിടെ മറ്റ് ഒരു മെയ്ഡ് വേണ്ടി വരും. ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് 3-4 ജോലി വരും. എംപ്ലോയ്മെന്റ് ക്രിയേറ്റ്. അപ്പോൾ ഒരു 12,000 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് തോന്നും. ഇത്രയും പണം ഇത്ര ആളെന്ന് കിട്ടും. ഇത് ഒരു സ്പെൻഡ് ഇവിടെ തന്നെ എക്കണോമി ചരിക്കാൻ തുടങ്ങും. സിനിമാ തിയേറ്ററിൽ ആൾ പോവും, കൂടുതൽ പോവും. മാളിൽ ആൾ കൂടുതൽ പോവും, സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കും, മാർക്കറ്റിൽ പണം വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അല്ലാതെ ഇവിടെ ഇൻഡസ്ട്രി ഉണ്ടാക്കി പൊല്യൂഷനുണ്ട്, പുറത്തുനിന്ന് ആൾ വന്ന് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുന്ന GST എന്തെങ്കിലും കിട്ടുള്ളൂ. ഇതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പെർസ്പെക്റ്റീവ് അതാണ്. നമുക്ക് നമ്മുടെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ, അതാണ് നമ്മൾ ഒരു ലക്ഷ്യം വയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവർ സ്പെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ കുറച്ച് SIP ഇൻവെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അതെ, നിങ്ങൾക്ക് നല്ലതാണ്. അത് മാത്രം. അപ്പോൾ അവർക്ക് ഈ ഭാഗം ഒരു ശരിയാണ്. ഇത് മാത്രമല്ല, അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഇടം നമ്മൾ ഉണ്ടാക്കണം. കറക്റ്റ്. ഇപ്പോൾ പഴയത് മാറി. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ IT പാർക്കുകളിൽ, ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ അവിടെ പബ്ബുണ്ട്, ഇവിടെ ഇല്ലല്ലോ. കുട്ടികൾക്ക് അവിടെ പോകാം. ഇപ്പം എല്ലാം മാറി. ഇപ്പോൾ നമ്മൾ ഇൻഫോ പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്കുകളിലെല്ലാം തന്നെ ഹോട്ടൽസ് വരുന്നു. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് അവർക്ക് താമസിക്കാനുള്ള, പണ്ടാണെങ്കിൽ IT പാർക്ക് മാത്രമായിരിക്കും, താമസിക്കുന്ന അവർ വേറെ സ്ഥലത്ത് പോകണം. ഇപ്പോൾ അതല്ല. ഈ ജിനോം വാലിയുടെ പ്രശ്നം അതാണ്, താമസിക്കുന്ന വേറെ സ്ഥലത്താണ്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ദിവസം പ്രധാനപ്പെട്ട ആളുകൾ താമസിക്കാൻ ഹോട്ടൽ ശരാശരി 5,000 രൂപ പെർ ഡേ കൊടുക്കേണ്ട ആ ലെവലുള്ള ആളുകളായിരിക്കും. പ്ലസ് അവരുടെ ട്രാൻസ്പോർട്ടിങ്, ലോജിസ്റ്റിക് ഇതെല്ലാം കൂടി വരും. അപ്പോൾ അവർക്ക് അവിടെ തന്നെ താമസിക്കണം, അവിടെ തന്നെ സ്കൂൾ വേണ്ടി വരും. അപ്പോൾ അത് വേറൊരു സംവിധാനമായിട്ട് വികസിക്കും. അപ്പോൾ അത് നമ്മൾ ആ സൗകര്യങ്ങൾ അവിടെ ഒരുക്കണം. അവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ, പൊതു ഇടങ്ങൾ വികസിപ്പിക്കണം. അപ്പോൾ അത് ആ ഒരു രൂപത്തിൽ വരുന്നുണ്ട് നമുക്ക്. അല്ല, ആ ഒരു എക്കോസിസ്റ്റം വരും. ഇപ്പം ഞാനിവിടെ എറണാകുളത്ത് വന്നപ്പോൾ നമ്മൾ ബൈപ്പാസിലാണല്ലോ ഇപ്പോൾ എനിക്ക് ശരിക്കും ഇത് കാണാൻ പറ്റുന്ന കാര്യം. കാരണം ബൈപ്പാസിൽ എത്ര സ്ഥാപനങ്ങൾ വന്നു. ഇപ്പോൾ എടുത്ത സ്റ്റാർബക്സ് ഒക്കെ വന്നത്. അപ്പോൾ ഈ സ്റ്റാർബക്സ് വന്ന് കഴിഞ്ഞാൽ അത്ര ആൾക്കാർ, ഞാൻ സ്റ്റാർബക്സ് എന്നുള്ള പേരിലല്ല പറയണത്, എനിക്കെപ്പോഴും ഒരു തെറ്റിദ്ധാരണ. ഞാനെപ്പോഴും വിചാരിക്കണം ഞാൻ സ്റ്റാർബക്സിൽ പോയിട്ട് കോഫി അടിക്കില്ലെന്ന്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും സ്റ്റാർബക്സിൽ വീട്ട് ചെയ്യാന്ന് പറയുമ്പോൾ പോയിട്ട് അവിടെ നിന്ന് ഞാൻ കോഫി അടിക്കേണ്ടി വരും. അപ്പോൾ സ്റ്റാർബക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ക്ലാസ് മാറുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ UN പരിപാടി പങ്കെടുക്കും. അപ്പോൾ ഡോണറ്റും ആ കമ്പനി ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഏത് കപ്പിരിക്കണമെന്ന് വെച്ചിട്ട് അവരുടെ ക്ലാസ് നമുക്ക് നിശ്ചയിക്കാമെന്ന് പറയും. അപ്പോൾ ആ രൂപത്തിൽ മാറുന്നു. അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടുന്നു എന്നുള്ളതാണ്. അവർ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ എല്ലാ തരത്തിലും അത്തരത്തിലുള്ള ഒരു ഉയർന്ന പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള വലിയൊരു സെഗ്മെന്റ് കേരളത്തിൽ തന്നെ നന്നായി വിപുലപ്പെട്ടിട്ടുണ്ട്. അന്ന് BMW പറഞ്ഞത്, ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഹർത്താലാണെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ കാറിൽ വന്നു. അവിടെ പല ഷോപ്പുകളുണ്ടായിരുന്നു. ആ ഷോപ്പുകളിലെല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഹോട്ടലിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കുമ്പോൾ നോക്കിയാൽ മെജോറിറ്റി ലോക്കൽസാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അത് റിഫ്ലക്ട്സ് ഓഫ് പർച്ചേസിങ് കപ്പാസിറ്റി. ഇപ്പോൾ ടാറ്റയുടെ EV വിറ്റല്ലോ, 20% കേരള വാങ്ങി. ഈ 2.8% ജനങ്ങളുള്ള കേരളമാണ് 20% വാങ്ങിയത്. അതിപ്പോൾ FMCG കൺസ്യൂമർ ഗുഡ്സ് നോക്കിക്കോളൂ, ഒരു 20-25% ഇന്ത്യ വാങ്ങിക്കുന്നതിൻ്റെ കേരള വാങ്ങിക്കുന്നത്. കേരളത്തിലെ പർച്ചേസിംഗ് പവർ, പർച്ചേസിംഗ് പവർ ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്, പല ഘടകങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ട ഒരു ഭാഗം എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റുന്നൊരു അന്തരീക്ഷം ഉണ്ട്. നമ്മൾ ആ പോസിറ്റിവിറ്റി അങ്ങ് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെ. ഈവൻ എനിക്ക് ഇതിൽ 1-2 കാര്യങ്ങൾ ചേർത്ത് പറയേണ്ടത് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ ഞങ്ങൾ കോവിഡൊക്കെ കഴിഞ്ഞ ടൈമിൽ അവിടുത്തെ ഗ്രോസറി ഷോപ്പുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞാൽ വെച്ചാൽ ഒന്നും നടക്കണില്ല, കച്ചവടം നടക്കണില്ല, ആരുമില്ല, ആരുടെ പൈസ ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ജയലക്ഷ്മിയും വന്ന് ആ പലരോടും പാലത്തിൻ്റെ അപ്പുറത്ത് പിന്നെ വേറൊരു കമ്പനിയും വന്നു. അവിടെ 500 പേർക്ക് ജോലി. അപ്പോൾ നമ്മുടെ അവിടുത്തെ എല്ലാ വീടുകളുടെയും മുകളിൽ ഇപ്പോൾ പേയിങ് ഗസ്റ്റായിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ 1-2 ഹോട്ടലുകൾ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ
എന്തെങ്കിലും കച്ചവടം ചെയ്യാനും പറ്റുന്നുണ്ട്. അവർക്കെല്ലാവരുടെയും ഒരു ഇൻകവും കൂടി. ഈ ചെറിയ തരത്തിൽ ഇൻകം കൂടും. നിങ്ങൾക്കും നിങ്ങളത് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ സംരംഭക വർഷം ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നല്ലോ. ഒരു വർഷം 1 ലക്ഷം സംരംഭം. ഓക്കെ. നമ്മളിത് ആലോചിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു മിനിസ്റ്ററെ ഒരു അപകടവും ഒന്നായില്ലെങ്കിൽ നമുക്കൊരു 25 പറയാം. 25,000 അന്ന് കേരളത്തിൽ അത്രയൊന്നും ഇല്ല, ഒരു വർഷം വരുന്നില്ലല്ലോ. അത് അച്ചീവ് ചെയ്താൽ നമുക്ക് അല്ലെങ്കിൽ ഒരു 90% നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് നോക്കാം. 1 ലക്ഷം നമ്മൾ ടാർഗറ്റ് ഇട്ടു. അതിനുശേഷം നമ്മൾ ഓരോ ജില്ലയും ഒരു വളരെ മൈക്രോ ഒരു സ്റ്റഡി നടത്തി, പൊട്ടൻഷ്യൽ നോക്കി, ഓരോ ജില്ലയ്ക്കും ടാർഗറ്റ് ഇട്ടു. ഓക്കെ. വയനാടിന് ചിലപ്പോൾ 10 ആണെങ്കിൽ എറണാകുളത്തിന് 1000 ആയിരിക്കും. ഓരോ പൊട്ടൻഷ്യൽ നോക്കിയിട്ട് അത് നമ്മൾ താഴോട്ട് കൊണ്ടുപോയി ഓരോ ലോക്കൽ ബോഡിക്കും ടാർഗറ്റ് വെച്ചു. പിന്നെ ഓരോ ലോക്കൽ ബോഡിക്കും നമ്മളൊരു BTech MBA ഉള്ള ഒരാളെ ഇന്റേണായിട്ട് എടുത്തു 2 വർഷത്തേക്ക്. നമ്മൾ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എണ്ണം തികഞ്ഞു. 1 ലക്ഷം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 3.5 ലക്ഷത്തെ അധികമായി. ഓക്കെ. 23,000 കോടി ഇൻവെസ്റ്റ്മെന്റ് വന്നു. ഓക്കെ. 7.5 ലക്ഷം തൊഴിൽ വന്നു. ഓക്കെ. അപ്പോൾ 23,000 കോടി ഇൻവെസ്റ്റ്മെന്റ് ആയി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ചെറിയ സംരംഭമായിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ ഞാൻ വയനാട് പോകുമ്പോൾ ചിലപ്പോൾ വെളുത്തുള്ളി അടത്തി പാക്ക് ചെയ്യുന്നതായിരിക്കും, വെളുത്തുള്ളി പൗഡർ ആയിരിക്കും, ഗാർലിക് പേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അച്ചാറിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഈ ചെറിയ ചിപ്സ് നമ്മുടെ ചിപ്സ് ഉണ്ടാക്കുന്നതായിരിക്കും, മറ്റേ ചിപ്പിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ സാധനം ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഗാർമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്കൂപ്പായ ആയിരിക്കാം, അല്ലെങ്കിൽ മഷ്റൂമിൻ്റെ പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കാം. ചെറിയ കമ്പനികൾ. ഈ 23,000 crores ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റിലേ ഉണ്ടായെന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് ന്യൂസാണ്. അതിൻ്റെ പ്രധാനം ഇത് FDI അല്ല. അത് കൂടുതൽ ആൾക്കാർ ഇവിടെ ഒരു സ്ത്രീ 5-6 സ്ത്രീകൾ കൂടുന്നു, അവർ ചെറിയ സംരംഭം, ഗവൺമെൻറ് സഹായിക്കുന്നു, എല്ലാം വരുന്നു. അന്ന് ശരി തുടങ്ങി അവരുടെ കരുത്തിലെ മാല അവർ ചില പണയം വയ്ക്കുന്നു, വിൽക്കുന്നു. അപ്പോൾ ഈ ഓർണമെൻ്റ് ക്യാപിറ്റലായി മാറി. അല്ലെങ്കിൽ ബാങ്കിൽ കിടന്ന പണമായിരിക്കും, അത് നേരെ 2 തയ്യൽ മെഷീൻ വാങ്ങിച്ചു, അല്ലെങ്കിൽ ചെറിയൊരു മെഷീൻ വാങ്ങിച്ചു. അപ്പോൾ അത് ക്യാപിറ്റലായി. അത് മണിയായിരുന്നു, മണി ക്യാപിറ്റലായി. മണി ക്യാപിറ്റലാവുന്നോ അല്ലെങ്കിൽ ഓർണമെൻറ്റ് ക്യാപിറ്റലാവുന്നതോട് ഇറ്റ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നു, അത് തിരിച്ച് എക്കണോമിയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് പുറത്തുനിന്ന് വരുന്നതല്ല, ഇവിടെ തന്നെ ഉള്ള പണമോ സ്വർണമോ നേരെ ക്യാപിറ്റലായിട്ട് മാറുന്നു. അപ്പോൾ അവരുടെ റേഞ്ച് ഒന്ന് കൂടുതൽ. അപ്പോൾ നമ്മുടെ സ്കെയിലിംഗ് അപ്പ്. നമുക്കൊരു പ്രോഗ്രാം മിഷൻ 1000, 1000 കമ്പനി കേരളത്തിൽ, ശരാശരി 100 കോടി ടേൺ ഓവർ. ഇപ്പോൾ 70 ഉണ്ടെങ്കിൽ 100 ആക്കാൻ പറ്റുമോ? നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതായത് 120 ഉള്ളതാണ് 150 ആക്കണോ? നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഒരു പ്രോഗ്രാം വേണം, DPR വേണം, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കും, ടെക്നോളജി സപ്പോർട്ടിനാണെങ്കിൽ കൊടുക്കും, മാർക്കറ്റിന് സഹായിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ 1000 കമ്പനി 100 കോടി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എത്രയായി? 1 ലക്ഷം കോടി ടേൺ ഓവറുള്ള നിങ്ങൾക്ക് നല്ലതാ. നമുക്ക് പല വിധത്തിലും നല്ലതാണ്. കാരണം ആൾക്കാർ കൺസ്യൂം ചെയ്യും തോറും ഓരോ കമ്പനികളുടെ പ്രോഫിറ്റാണ് കൂടുന്നത്. ഗവൺമെന്റ് GST വരും, ഗവൺമെന്റ് GST റവന്യൂ കൂടും. അല്ലെങ്കിൽ ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങൾക്ക് ഇപ്പോൾ കടം വാങ്ങിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ചിലർ പറയും നിങ്ങൾ കടം വാങ്ങിക്കുന്നത് പോലെ, കടം എല്ലാവരും വാങ്ങിക്കേണ്ടി വരും. ആകെ നോക്കേണ്ടത് നിങ്ങൾ കടം വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങളുടെ വളർച്ചാ നിരക്കിനേക്കാളും ഉയർന്നതാകരുത് പലിശ നിരക്ക്. ഇത്ര നോക്കിയാൽ GDP ഗ്രോത്തിനേക്കാളും താഴെ നിൽക്കണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ്. GDP ഗ്രോത്തിനേക്കാൾ മുകളിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ട്രാപ്പിലേക്ക് പോകും, കടക്കണിയിലേക്ക് വരും. അത് സിമ്പിൾ ഇതാണല്ലോ. നമ്മളൊക്കെ നോക്കുക, അപ്പോൾ വരുമാനം കൂടും, സ്റ്റേറ്റിന് വരുമാനം കൂടും. അപ്പോൾ നമുക്ക് കൂടുതൽ വെൽഫെയറിലേക്ക് വിടാം. ഇന്ന് പത്രത്തിൽ വായിച്ചല്ലോ, നമ്മൾ കോഴിക്കോട് ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരാണ്, 400 കോടിയോളം മുടക്കിയിട്ട്. അപ്പം ഇങ്ങനെ പല സാധ്യതയുണ്ട്. ഏത് മേഖലയിലാണ് കേരളത്തിന് സാധ്യത? നിങ്ങൾ അവിടെ കണ്ടിട്ട് ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കണ്ട, ഇവിടെ ഉള്ളതുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കൂടി, കേരളത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. നിങ്ങൾ വിദേശത്ത് ആളെ കൊണ്ടുവന്നോ? ഇവിടുത്തെ ആളുകൾക്ക് നല്ല സിസ്റ്റം ഇവിടെയുണ്ട്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം വൺ ഓഫ് ദി ബെസ്റ്റ്. ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ഹാർട്ട് മാറ്റി വയ്ക്കാൻ പോകണം. ഇന്ത്യയിൽ ഒരു ജനറൽ ആശുപത്രിയിലും ഹാർട്ട് മാറ്റി വയ്ക്കില്ല പബ്ലിക്. നമ്മൾ ട്രാൻസ്പ്ലാന്റിന് മാത്രമായിട്ടൊരു പബ്ലിക് സെക്ടറിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് വരാൻ പോകുന്നത്. അത് നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ പ്രൈവറ്റും ഇവിടെ ശക്തമാണ്. പ്രൈവറ്റ് ശക്തമാകുമ്പോഴും അവരുടെ ഒരു പ്രശ്നം, പെർ ബെഡ് റവന്യൂ കമ്പയർ ടു ബാംഗ്ലൂർ, ഡൽഹി, ചെന്നൈ, മുംബൈ, കേരളത്തിൽ കുറവാണ്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ഒരു ബെഡിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കമ്പാരിറ്റീവ്ലി ലോ ആണ് മറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ആളിനെ ആകർഷിക്കാം, അപ്പോൾ അതിന് നമ്മൾ സഹായിക്കാം.
പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാൻ. ഇവിടെയുള്ള ആളുകൾ നമ്മുടെ ഗവൺമെൻറ് നോക്കിക്കോളും. അപ്പോൾ അവർക്കൊരു പുതിയ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർ എന്നോട് കളിയാക്കി ഇത് വൃദ്ധസദനമാവണം, എല്ലാവരും പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു സാധ്യതയുണ്ട്. ലോകത്തുള്ള വൃദ്ധന്മാരെല്ലാം ഇങ്ങോട്ട് വന്നോട്ടെ, നമ്മളവർക്ക് ഹൈ ക്ലാസ് താമസ സൗകര്യം ഒരുക്കുന്നു. നല്ല അപ്പാർട്ട്മെൻറ്റ്സ്, ഹോസ്പിറ്റലായിട്ട് കണക്ടിവിറ്റി, എല്ലാ സൗകര്യങ്ങളും, ശുദ്ധവായു, ശുദ്ധജലം, എപ്പോഴും ജീവിക്കാം. ഒരു 70 വയസ്സാകുമ്പോൾ അവരിവിടെ വന്നോട്ടെ, ഇവിടെ താമസിക്കട്ടെ. അവർ ലോകത്ത് എവിടെയാണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു മലയാളി നേഴ്സിനെ കാണേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടാവും മലയാളി. അപ്പോൾ ഇവിടെ തന്നെ അവരെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ആളുകൾ പിന്നെ എന്തിനാ കെയർ വർക്കിന് അവിടെ പോണേ? UK പോകേണ്ട കാര്യമില്ല. അവർക്ക് ഇവിടെ നല്ല സർവീസ്, അതിനൊക്കെ നല്ല സാലറി ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ലണ്ടനിലൊക്കെ കെയർ ഹോമിൽ പോയി ജോലി ചെയ്യില്ലേ പഠിക്കുന്നത്, അവരങ്ങോട്ട് പോകണ്ട. ഇവിടെ നമുക്ക് കെയർ കോഴ്സ് നടത്താം, ഈ അതിൻ്റെ കോഴ്സുകൾ നടത്താൻ പറ്റും. നല്ല ഹൈ ക്ലാസ് ആയിട്ടുള്ള, വളരെ ഈ ചെറിയ ലെവലിലൊന്നും വേണ്ട, വളരെ നല്ല ലക്ഷറീസ് ആയിട്ടുള്ള സീനിയർ ലിവിങ് കൊടുക്കാം. ലോകത്തുള്ള എല്ലാവരും താമസിച്ചോട്ടെ. നമ്മൾ ഇപ്പം ഇത്രയും സംസാരിക്കുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ഏറ്റവും കൂടുതൽ കാറ് വിൽക്കുന്നത് ഇന്ത്യയിലാണ്. നമ്മൾ ഇന്ത്യയിലത്തെ വിൽക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 90% ലോണിലാണ് വാങ്ങണത്. അപ്പോൾ ഇതൊരു EMI സൊസൈറ്റിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു പേഴ്സണൽ ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അവസാനം ശ്വാസം മുട്ടും. കാരണം ഇപ്പോൾ നമ്മൾ കേരളത്തിലത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ബൈക്ക് വാങ്ങണം, പിന്നെ കാറ് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ ഫാമിലി വിശ്വസിക്കത്തുള്ളൂ. കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെങ്കിൽ അവരുടെ അടുത്ത് കാശുണ്ടാവുന്നുള്ളൂ. പിന്നെ ഒരു ഹോം ലോൺ കൂടി കൊടുക്കും. അപ്പോൾ മിക്കവാറും ഓൾമോസ്റ്റ് 50% മുകളിൽ ഇൻകത്തിൻ്റെ EMI ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി എക്കണോമിയൊക്കെ വളരും. പക്ഷേ അതോടൊപ്പം തന്നെ ആളുകൾ ഇത്തിരി പ്രശ്നത്തിലേക്ക് പോകണം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് മനുഷ്യർക്ക് ഒരു അഡ്വൈസ് പറയാൻ? അതിനിപ്പോൾ ഇതൊരു കാര്യം ശരി. ഇപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ 4 വീടെടുത്താൽ ഒരു വീട്ടിൽ കാറുണ്ട്. ഈ ഓട്ടോമൊബൈൽ പെനട്രേഷൻ ഏറ്റവും കൂടുതലുള്ളതാണ്. നമുക്ക് 141% മൊബൈൽ പെനട്രേഷനാണ്. 100 പേരുണ്ടെങ്കിൽ 141 മൊബൈലുണ്ട്. 87% ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ലോണുണ്ടാവും, EMI അടയ്ക്കേണ്ടി വരും. പക്ഷെ അതിലും ഇപ്പോൾ ക്രൈസിസ് വരുമില്ല എന്നുള്ളതാണ് അതിൻ്റെ മൊത്തം ബാലൻസ്. ഇപ്പോൾ അമേരിക്കയിലെ സബ് പ്രൈം ക്രൈസിസ് ഉണ്ടല്ലോ, പണ്ടുണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റിൽ പെട്ടെന്ന് ഈ ഹോം ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അത് അവരിവിടുത്തെ ലേലത്തിലേക്ക് പോയി. ലേലത്തിൽ പോയി കഴിയുമ്പോൾ പിന്നെ ബാക്കി അതിനേക്കാൾ അപ്പുറത്തുള്ള ആൾ നോക്കുമ്പോൾ അടയ്ക്കുന്നതിനേക്കാൾ എളുപ്പം അത് കൊടുക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് കൂടുതൽ വീടുകൾ ലേലത്തിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീടിൻ്റെ വില കൂടുതൽ, ഡിമാൻഡ് സപ്ലൈ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വില കുറയും. അപ്പോൾ പെട്ടെന്ന് EMI അടയ്ക്കുന്നതിനൊക്കെ നല്ലത് വീട് പോക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതിലേക്ക് വന്നു. വീടിൻ്റെ വില കുറഞ്ഞു. ഇതാണല്ലോ സപ്ലൈ ക്രൈസിസിലേക്ക് എത്തി. ബാങ്കുകളുടെ പേയ്മെൻറ്റ് ബാങ്കൊക്കെ തകർന്നു പോയി. അത് ഇതിലേക്ക് എത്തിയത്. അത് ആ ഒരു അത് ഡെവലപ്ഡ് കൺട്രീസിലുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഒരു കുറച്ച് വിജിലൻ്റ് ആയിരിക്കും. ചിലപ്പോൾ അപൂർവം ചില ആളുകൾ ഇത് നോക്കാതെ EMI എടുത്ത് കിട്ടുമ്പോൾ തന്നെ എല്ലാം വാങ്ങിച്ചു പോകുന്നവരുണ്ടെങ്കിലും, പക്ഷെ പൊതുവേ നമ്മളിപ്പോൾ നിങ്ങളൊക്കെ ഈ യൂട്യൂബിലൊക്കെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ആളുകൾ കുറേ കൂടി സ്റ്റഡീഡാണ്. എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെയൊക്കെ കുറേ കൂടി സ്റ്റഡീഡാണ്. പിന്നെ നല്ലൊരു ഇൻകം ഗ്രൂപ്പും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പ്, എമർജിങ് മിഡിൽ ക്ലാസ്. പിന്നെ അർബനൈസ് സൊസൈറ്റിയാണ് കേരളം. ലോകത്തിലെ ഏറ്റവും വലിയ നഗരം ഇപ്പോൾ കേരളം. അത് ഇപ്പോൾ എനിക്ക് പണ്ടേ അങ്ങനെ തന്നെ. അതെ, ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ ഹൈവേ പോയി കഴിഞ്ഞാൽ എവിടെ ഇങ്ങനെ കടയില്ലാത്ത സ്ഥലം ഉണ്ടാവും. തമിഴ്നാട്ടിലോ ന്യൂയോർക്കിൽ തന്നെ പോയി നോക്കിക്കോളൂ. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ കേരളോസ് എയർപോർട്ടിൽ പോകണമെങ്കിൽ കുറേ സ്ഥലം വനം പോലെയാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെയില്ല. കേരളത്തിൽ മൊത്തതാണ് വനമേഖലയ്ക്ക് വേറെ ഉണ്ടെങ്കിലും മൊത്തം അല്ലാതെയുള്ള സ്ഥലം എടുത്തു കഴിഞ്ഞാൽ എനിക്കും സെക്കൻഡ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ പണ്ട് ഞാൻ 2008 കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് ഞാൻ റോയിറ്റേഴ്സിലുള്ളപ്പോൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ബൈക്കിനാണ് കേരളമൊക്കെ കറങ്ങി കണ്ടത്. അപ്പോൾ ഇയാൾ ബീഹാറിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇയാൾ അച്ഛൻ ആർമിക്കാരനായതിൻ്റെ പേരിൽ മൊത്തം ഇന്ത്യ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ കാര്യമാണ്, ഇവിടെ ഞാൻ നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും സ്കൂളുണ്ട്, എല്ലാ സ്ഥലത്തും ഡോക്ടർമാർ. അപ്പം ബോർഡ് നോക്കിയാണ് ഡോക്ടർമാർ, വക്കീലുമാർ, ഇതെല്ലാം ഉണ്ട്. പറഞ്ഞു ഇങ്ങനത്തെ സ്ഥലം ബീഹാറിൽ കാണില്ല. ഞാൻ ബീഹാറിനെ മോശമായിട്ട് പറഞ്ഞതല്ല, മറ്റുള്ള സ്റ്റേറ്റിൽ കാണില്ല. ഇവൻ നമ്മൾ ബാംഗ്ലൂർ ചെല്ലുമ്പോഴാണെങ്കിലും നമുക്ക്
ഇപ്പം നേരത്തെ ഡൽഹിയിൽ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. ഇതെല്ലാവരും നമ്മുടെ നാടിൻ്റെ ഒരു കഴിവ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈവൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ UK പോയിട്ട് നേഴ്സുമാരുടെ ജോലിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ശരിക്കും പല കുട്ടികളും ഫസ്റ്റ് തന്നെ ചെന്ന് ജോലി ചെയ്യണതും വയസ്സായിട്ടുള്ള ആളുകളെ കെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നില്ല, ഇൻകവും ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഭയങ്കര സ്ട്രഗിളുണ്ട് ആളുകൾ പറഞ്ഞാൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ഇപ്പോൾ എനിക്ക് സെറ്റ് ഓഫ് ക്ലയൻസ് ഇപ്പോൾ സിംഗപ്പൂരും UK സിറ്റിസൺസാണ്. പക്ഷേ അവരിപ്പോൾ പ്രിഫർ ചെയ്യണത് ഇവിടെ വന്നിട്ട് റിട്ടയർമെൻറ്റ് എടുക്കാനാണ്. കാരണം അവിടെ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് 6 മാസം കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഇപ്പോൾ രോഗിക്ക് തീരുമാനിക്കാം ഇന്ന് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണണോ അതോ ന്യൂറോളജിസ്റ്റിനെ കാണണോ, രോഗി തീരുമാനിക്കുന്നത്. പോസിറ്റീവ് അല്ല അത്, ലോകത്തൊരിടത്ത് അങ്ങനെ ഉണ്ടാവില്ല. ഫിസിഷ്യനെ കണ്ടിട്ട് ഫിസിഷ്യൻ നിശ്ചയിച്ച് കൊടുക്കണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇൻഷുറൻസ് കമ്പനികളാണല്ലോ. അപ്പോൾ അതിൻ്റെ സമയക്രമമൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു ഡെന്റിസ്റ്റാണ്, പുള്ളി ഇവിടെ വന്നേക്കാണ് അമേരിക്ക വേറെ വിദേശ ജോലി ചെയ്യുന്നതാണ്. ഒരു ചെറിയൊരു സർജറി ഉണ്ട് തൈറോയിഡിൻ്റെ. അപ്പോൾ ഇനി ഇവിടേക്ക് വന്നേക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അവിടെ കുറേ കൂടെ അഡ്വാൻസ് ഉണ്ട്. ഇതിനൊക്കെ ഇവിടെ ആകുമ്പോൾ കോസ്റ്റും കുറവാണ്. ഇവിടെ മെഡിക്കൽ ടൂറിസം ഭയങ്കരമായിട്ട് അത് ഞാൻ പറഞ്ഞു. അതിനാണ് നമ്മളിപ്പോൾ ഇവരെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എറണാകുളത്തെ ഓരോരുത്തരും പോകുന്ന കൂട്ടത്തിൽ ഇത് ഡിവൈഡ് ചെയ്ത് കിട്ടും. കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ബെഡും ഫുള്ളായി വരുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അതിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേഴ്സസ് നിങ്ങൾ പറഞ്ഞല്ലോ, ചോദ്യം കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? അല്ലല്ല, ഇത് തന്നെ നേഴ്സുമാർക്ക് ഉള്ള ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പം ഇവിടെ നോക്കുമ്പോഴുള്ള കാര്യം വെച്ചാൽ ഇവിടെ നേഴ്സായിട്ട് ആണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശമ്പളത്തരേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ നേഴ്സാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആളുകൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് UK പോകണം, നോർത്ത് ഈസ്റ്റിലെ ആളുകൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ആളുകൾ ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ സാലറി മറ്റ് കൂടണം, മറ്റ് സൗകര്യങ്ങൾ കൂടണം. അങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്പെൻഡിച്ചറിൽ കൂടും. അപ്പോൾ അതിന് പറ്റുന്ന ആളുകൾ അവർ കൊണ്ടുവരണം. മറ്റാളുകൾക്ക് ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് പോകാൻ പറ്റും, ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ ശമ്പളം കൂട്ടേണ്ടി വരും, അവരുടെ മറ്റ് സൗകര്യങ്ങൾ കൂട്ടേണ്ടി വരും. അപ്പോൾ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒഴുക്കുണ്ടാവും. ഇപ്പോൾ ചിലർ കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോകുമല്ലേ, പഠിക്കാൻ എവിടെ പോണത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അമേരിക്കയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി എങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. UK പോകണു, അല്ലെങ്കിൽ കാനഡ പോകണു, ഓസ്ട്രേലിയ പോകണു. ആഫ്രിക്കയിലെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു, പിന്നോക്കം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു, അറബ് രാജ്യങ്ങളിലെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു, നേപ്പാളിൽ നിന്ന് വരുന്നു. കേരള സർവകലാശാലയിൽ 48 രാജ്യങ്ങളിൽ നിന്ന് അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ എനിക്കൊണ്ട് 47 മറ്റും ഉണ്ട്. ഇറാനിലെ കുട്ടികളുണ്ട്, മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരുന്നു, നമ്മുടെ ആളുകൾ അങ്ങോട്ട് പോകണു. നമ്മുടെ ആളുകൾ ജോലി ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അമേരിക്ക, ഓസ്ട്രേലിയ അല്ലെങ്കിൽ UK ഒക്കെ പോകണു. ബീഹാറിലെ ആളുകൾ ഇങ്ങോട്ട് വരുന്നു, മറ്റു സ്ഥലത്ത് ആളുകൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയും വിദ്യാഭ്യാസം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ക്വാളിറ്റി ഉയർത്തണം, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാൻ കഴിയണം. അതിപ്പോൾ കുറേ മാറ്റം വന്നു. ഇപ്പോൾ കേരളത്തിലെ 100 കോളേജ് എടുത്താൽ ഇന്ത്യയിലെ 100 കോളേജിൽ ബെസ്റ്റ് 16 100 കേരളത്തിലുണ്ട്. 16%. അല്ല, ഇത് ശരിക്കും ഈ ഒരു സാധനം ഇപ്പോൾ കേരളത്തിൽ ഇതെനിക്ക് ഇപ്പോഴത്തെ ഒരു സ്ട്രഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ മിക്ക കോളേജിലും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ജോലി കിട്ടാനായിട്ട് വേറെ ചെറിയൊരു ഒരു കോഴ്സും കൂടി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് പല കോളേജുകളിലും പഠിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ദേ ആർ നോട്ട് ഫുള്ളി റെഡി ഫോർ എംപ്ലോയ്മെൻറ്റ്. അതും ഇപ്പോൾ ഒരു ചലഞ്ച് ചെയ്യുന്ന ഒരു വിഷയമാണ്. അതിപ്പോൾ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സിലബസ് മാറി 4 ഇയർ ഡിഗ്രിയിലേക്ക് വന്നു. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ പല പ്രശ്നം. ഇപ്പോൾ ഷിപ്പ് യാർഡിലൊരു വെൽഡർ എടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യം വെൽഡറും ഫിറ്ററും ഒന്നിച്ചുള്ള ആളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വെൽഡിങ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണല്ലോ, അടുത്ത് വരണമെങ്കിൽ. ഫിറ്ററാണെങ്കിൽ ഇതും ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇത് വെൽഡർ പഠിക്കുന്ന ആൾക്ക് ഫിറ്റർ അഡീഷണൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫിറ്റർ പഠിച്ച ആൾക്ക് വെൽഡറിങ് ഒന്ന് അഡീഷണൽ കൊടുക്കണം. കോളേജ് ഒന്നേ പഠിപ്പിക്കുന്നുള്ളൂ. IT ഇപ്പോൾ നമ്മളത് കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 37 പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊടുത്തു 1.5 വർഷത്തിനുള്ളിൽ. അപ്പോൾ ഏകദേശം ഒരു 500-600 ഏക്കർ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് മാറി. അത്രയും പുതിയ ആദ്യമായിട്ടാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ 3 കൊടുത്തു കഴിഞ്ഞു, 8 കൂടി കൊടുക്കുകയാണ്. 11 ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇപ്പോൾ നമ്മുടെ കോളേജിനോട് ചേർന്ന് ഇപ്പോൾ ഇവിടെ ഒരു കോളേജ് അതിനോട് ചേർന്ന സ്ഥലമുണ്ട്, 5 ഏക്കർ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻഡസ്ട്രി നടത്താം. അല്ലെങ്കിൽ ഒരു 2.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബിൽഡിംഗ് കെട്ടി IT-യോ അല്ലെങ്കിൽ BT-യോ ഇത് നടത്താം. ഇപ്പോൾ ഒരു ഫാഷൻ ഡിസൈൻ പഠിക്കുന്ന കുട്ടി ഇവിടെ പോയി ജോലി ചെയ്യാം.
അപ്പോൾ ശമ്പളവും കിട്ടും, ഇവിടെ ഒരു ഗ്രേസ് മാർക്കോ അല്ലെങ്കിൽ ബോണസ് മാർക്കോ കിട്ടും. അല്ലെങ്കിൽ കോമേഴ്സ് പഠിക്കുന്ന കുട്ടി, അപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ ഓഫീസോടെ തുടങ്ങി തരുക, അവർക്ക് അവിടെ ജോലി ചെയ്യാം. നിങ്ങൾക്കും നിങ്ങളുടെ വർക്കിൻ്റെ ഇത് കുറയും, മൊത്തം ലേബർ കോസ്റ്റിൽ കുറവുണ്ടാവും. കുട്ടികൾക്കും ഇന്റേൺഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ ജോലി തന്നെ ചെയ്യാം, പാർട്ട് ടൈം ജോലി ചെയ്യാം. അവർ പഠിക്കുന്ന വിഷയത്തിലാണ് ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ ഗ്രേസ് മാർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടി അപ്പുറത്ത് IT കമ്പനി പോയി ജോലി ചെയ്യാം. ഇതാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. അതൊരു പാത്ത് ബ്രേക്കിംഗ് ആയിരിക്കും. കേരളത്തിൻ്റെ എഡ്യൂക്കേഷനും ഗുണമാണ്, വ്യവസായത്തിനും ഗുണമായിരിക്കും. കോളേജിന് അടുപ്പിച്ചിട്ട് എങ്ങനെയാണ് കോളേജ് ഇപ്പോൾ കോളേജിനോട് ചേർന്ന് കോളേജിന് ആവശ്യമായ സ്ഥലം ഉണ്ടാവും നിയമപ്രകാരം. ഇപ്പോൾ ACT പറയേണ്ടത് ഇപ്പം 5 ഏക്കർ വേണം എന്ന് പറഞ്ഞാൽ 5 ഏക്കർ വേണം. അല്ലെങ്കിൽ UGC പറഞ്ഞു 3 ഏക്കറാണ്. ആ 3 ഏക്കർ കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പോൾ 2.5 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് കരുതുക, അവർ ബിൽഡിംഗ് കിട്ടുന്നു. അത് ഇഷ്ടമുള്ള കമ്പനിക്ക് അവർക്ക് കൊടുക്കാം. അതിൽ ഞങ്ങൾ പ്രയോറിറ്റി പറയുന്നുണ്ട്. അവിടുത്തെ ഫാക്കൽറ്റിയുടെ പ്രൊജക്റ്റിൻ്റെ അവർക്ക് കൊടുക്കണം, അലുമിനിക്ക് കൊടുക്കണം. അവർ നടത്തുന്ന സ്ഥാപനം മുഴുവൻ അവർ അലോട്ട് ചെയ്യുന്നു. നമ്മൾ ആ ഏരിയ ഇൻഡസ്ട്രി ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അവിടെ വരുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്ന സിംഗിൾ വിൻഡോ ബോർഡ് കൊടുക്കും. വേണമെങ്കിൽ ഒരു 1.5 കോടി വരെ നമ്മൾ ഇൻസെൻറ്റീവ് കൊടുക്കും, ഏകദേശം അനുപാതം വെച്ചിട്ട്. അപ്പോൾ അവിടെ സ്ഥാപനം തുടങ്ങുന്നു. കുട്ടികൾ പഠനം കഴിഞ്ഞിട്ടുള്ള പാർട്ട് ടൈം അവിടെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അതിനോട് ചേർന്ന് വരുന്നു. കുട്ടികൾക്ക് വൈകുന്നേരം ഇഷ്ടംപോലെ സമയമുണ്ട്, 2 മണിക്കൂർ ജോലി ചെയ്യുന്നു. അവർ ശമ്പളവും കിട്ടുന്നു. ആ 2 മണിക്കൂർ അവർ പഠിക്കുന്ന വിഷയത്തിൽ ജോലി ചെയ്യണമെങ്കിൽ പ്രാക്ടിക്കലായില്ലേ, ഇവിടെ ഒരു മാർക്ക് കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ കുട്ടികളിവിടെ നിൽക്കും. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന അടുത്ത് ഹാർവാർഡ്, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡൊക്കെ പഠിക്കാം, AIലൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ള നമ്മൾ നോക്കുക, വേണേൽ MIT. ഇപ്പം അങ്ങനെയൊന്നുമില്ല. കുട്ടികൾ UK പോകണമെന്നേ പറയുള്ളൂ പഠിക്കാൻ പോകുന്നത്. അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും പഠിച്ച് ഏത് കോളേജാന്ന് പോലും അറിയില്ല. ചിലപ്പോൾ ഇവിടത്തേക്ക് നിലവാരം കുറഞ്ഞായിരിക്കും. ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? പാർട്ട് ടൈമാണ്. അല്ല, ഇവൻ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളം കണ്ടുപിടിക്കുന്ന പേടി. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി പഠിച്ച ആളുകളാണ് വലിയ ഫണ്ട് മാനേജേഴ്സായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവർ പോണത് മിക്കവാറും ഇവിടെ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയിട്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയുണ്ട് ഒത്തിരി PhD ഉള്ള ആൾക്കാർ ഇവിടെ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് അവിടെ പോയിട്ട് പഠിച്ച് മിടുക്കാനായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ലോണും എടുത്ത് നമ്മുടെ പറമ്പും വിറ്റിട്ടാണ് അങ്ങോട്ട് പോയി ചെല്ലുന്നത്. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബർഗർ കിങ്ങിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പാർട്ട് ടൈം എടുക്കാനാണ് പോണത്. അപ്പോൾ ഈ പാർട്ട് ടൈം എടുക്കുമ്പോഴുള്ളൊരു നമ്മുടെ ഒരു പേടിയെന്ന് വെച്ചാൽ ചിലപ്പോൾ അവൻ്റെ മൈൻഡ് സെറ്റേ മാറും, ചിലപ്പോൾ ആ ഒരു സ്കില്ലിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ബ്രിഡ്ജ് എങ്ങനെയാണ് നമുക്ക് ഇത് നോക്കാൻ പോണത്? ആളുകൾ സ്കോളർഷിപ്പിൽ പോകുന്നത് വെരി ഗുഡ്, പോയിക്കോട്ടെ. പക്ഷേ അല്ലാതെ ഫോർ ദ സേക്ക് ഓഫ് ജസ്റ്റ് ജോബ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകാത്ത ആൾക്കാരാണ്. അവരെ ഇവിടെ അട്രാക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നല്ലതുമാണ്. കാരണം നമുക്ക് അവരെ പോകണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എനിക്കെപ്പോഴും പണ്ട് ചിന്തിക്കുന്നു പോയിരുന്നു. പക്ഷേ എന്നോട് വേറൊരാൾ എന്നോട് ചോദിച്ചൊരു കാര്യം, പണ്ട് ദുബായിലേക്കും സിലോണിലേക്കും ആൾക്കാർ പോയപ്പോൾ നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേരളം ഈ ലെവലിലാവില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി ഉള്ളതൊക്കെ എങ്ങനെ യങ്സ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും? അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഹൗ ദേ കൻ ഫീൽ ദാറ്റ് ഇതെൻ്റെ പ്രൗഡ് നാഷണൽ സ്റ്റേറ്റാണ് ഇവിടെ. നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും പറയും നിങ്ങൾക്ക് തടയാനൊന്നും പറ്റില്ല, പിള്ളേരുടെ കയ്യിലുണ്ടല്ലോ. അവർ നോക്കിയിട്ടായിരിക്കും ഇന്ന കോളേജിൽ പോകണം, അല്ലെ ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെ അവരുടെ പിയർ ഗ്രൂപ്പൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും. പക്ഷെ അവർ പോയാൽ ഈ പറഞ്ഞൊരു പ്രശ്നം ഇനി വരാൻ പോവാണ്. ഇപ്പോൾ UK ഒരു പുതിയ നിയമം വരുന്നു, US വന്നു. പഠനം കഴിഞ്ഞ് ഇത്ര വർഷം നിൽക്കാൻ പറ്റുള്ളൂ. പഠിച്ചോ നിങ്ങൾ തിരിച്ചു പോകണം. അല്ലെങ്കിൽ PR പ്രശ്നങ്ങൾ വരുന്നു. പലരും PR നോക്കിയിട്ടായിരിക്കും പോണത്, പിന്നെ സിറ്റിസൺഷിപ്പ് നോക്കിയിട്ടായിരിക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതെല്ലാം പ്രശ്നം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ആ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ കുറേ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇനി ക്വാളിറ്റി നന്നായിട്ട് കേന്ദ്രീകരിക്കണം. നമ്മുടെ പല കോഴ്സിൻ്റെയും ഘടനകൾ മാറണം. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ AI നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, റോബോട്ടിക്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു സ്കൂളുണ്ടാവില്ല, ലോകത്തന്നെ അപൂർവമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയർ അടിസ്ഥാന പോളിസി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ കോഴ്സുകൾ കുറച്ച് വന്നു. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തുടങ്ങി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അനാലിസിസ്, റോബോട്ടിക്സ്, AI ഇതെല്ലാം നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികൾ നന്നായി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ സാധ്യതകൾ, പണ്ടത്തെ പോലെ എഞ്ചിനീയർ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടൊന്നും അധികം ഓടില്ല, വേണ്ടി വരും. പക്ഷേ പഴയ പോലെ അല്ല. ഇപ്പോൾ കോമേഴ്സ് നല്ല ഡിമാൻഡുണ്ട്. അപ്പോൾ കോമേഴ്സിൽ തന്നെ പല കോമ്പിനേഷൻസ് ഉണ്ടാവും. എക്കണോമിക്സ് തന്നെ പുതിയ എക്കണോമിക്സ് പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററി ആയിരിക്കും. ഇപ്പോൾ അതല്ല. ഇപ്പോൾ എക്കണോമിക് മാത്സ് മസ്റ്റാ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഈ കോമ്പിനേഷൻ നമുക്ക് കേരളത്തിൽ അധികം ഇല്ല.
പിന്നെ എക്കണോമിക്സ് തന്നെ പുതിയ ഇപ്പോൾ എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ്, അഗ്രേറിയൻ എക്കണോമി, ഇങ്ങനെ പുതിയ പുതിയ വെൽഫെയർ എക്കണോമി, പുതിയ അപ്പോൾ അതിലേക്ക് വരാൻ പറ്റും. കോമേഴ്സിൽ തന്നെ ഇപ്പോൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പുതിയ വരുന്നു. ഇപ്പോൾ ലോയിൽ തന്നെ പുതിയ കോമ്പിനേഷൻ. പണ്ട് LLB ആണ്, ഇപ്പോൾ BCom LLB, BB LLB, BTech LLB, BSc LLB, പുതിയ കോമ്പിനേഷൻ വരുന്നു. ലോകത്ത് തന്നെ ഇപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് ലോ, ഇൻ്റർനാഷണൽ റിലേഷൻ പോളിസി, ഇങ്ങനെ വലിയ സ്കോപ്പ് വരുന്നുണ്ട് ജോലികൾക്ക്. അപ്പം അതിന് പറ്റുന്ന ഡിസൈൻ വേണം. പണ്ടത്തെ പോലെ അധ്യാപകർക്കും നല്ല മാറ്റം വരണം. അധ്യാപകരുടെ പുതിയ രീതി പണ്ടുണ്ടായത് അവർ പഠിച്ച പുസ്തകം വെച്ചിട്ട് റിട്ടയർ ചെയ്യുന്നവരെ പഠിപ്പിക്കാൻ പറ്റുമെന്നായിരുന്നു പലരും നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അക്കാഡമിക് കൗൺസിലൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ കാലത്ത് വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്തും അവരതുമ്പോൾ തൊടാൻ വലിയ മടിയായിരുന്നു. ഇപ്പം അങ്ങനെ നിന്ന പിള്ളേരുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം. പുതിയ ടെക്നോളജി വരുന്നു, അത് നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ChatGPT നോക്കിയിട്ട് അതിനൊക്കെ അപ്പുറത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾ വേറെ ഒഴുകി പോകും. അപ്പോൾ അതിന് നമ്മുടെ സിസ്റ്റം മാറുന്നുണ്ട്, നല്ല മാറ്റം വരുന്നുണ്ട്. പക്ഷേ കുറേ കൂടി വേഗതയിലേക്ക് മാറ്റാനാണ് നമ്മൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ കേട്ടുള്ള കാര്യമാണ്. എനിക്കത് കേട്ടപ്പോൾ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സന്തോഷമുള്ള. കാരണം വെച്ചാൽ ഏറ്റവും ആദ്യത്തെ റോക്കറ്റ് വിട്ടത് തുമ്പേന്നാണെന്ന് പറഞ്ഞിട്ട് അത് ഇറ്റ്സ് എ ഫാക്ട്. ഇപ്പം നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ടെക്നോ പാർക്കൊക്കെ വൺ ഓഫ് ദ ഫസ്റ്റ് ഇന്ത്യയിലത്തെ ടെക്നോ പാർക്ക് കേരളത്തിലാണ്. അപ്പം ചോദിച്ചു വരുന്നത് ഇത്രേ ഉള്ളൂ. കാരണം ഇതെല്ലാം നമ്മൾ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഒരു എന്താ പറയുക, നമുക്കിപ്പോഴും ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരു നമ്മൾ വേറെ എവിടേക്കും കമ്പയർ ചെയ്യേണ്ടത്, നമ്മൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യനെ മാത്രം നോക്കിയാൽ മതി. കാരണം സൗത്ത് ഇന്ത്യ അത്രയും എഡ്യൂക്കേറ്റഡ് ഉണ്ട്, സൗത്ത് ഇന്ത്യ അത്രയും ഡെവലപ്മെൻറ്റ് വന്നിട്ട് ഇപ്പോൾ ബാംഗ്ലൂരായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്കിപ്പോഴും അവിടേക്ക് ശരിക്കും എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് എനിക്കറിയാം. അണ്ടർലെവൻ്റായ ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ തുമ്പയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നിയമസഭ രേഖകൾ നോക്കി, അന്ന് എങ്ങനെയാണ് നിയമസഭ അത് ചർച്ച ചെയ്തത്. അപ്പം അന്നത്തെ വ്യവസായ മന്ത്രി പറയുന്നുണ്ട്, ഇനി നമ്മുടെ സ്പേസ് പാർക്ക് തുടങ്ങാൻ പോവാണ്, ചെറിയ ഇൻഡസ്ട്രിയൊക്കെ വരണം. അപ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞ് വരുന്നവർക്ക് അവിടെ സംരംഭം തുടങ്ങാനായിട്ട്, വ്യവസായം തുടങ്ങാൻ നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 10-55 വർഷമായി നമുക്ക് ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസം മുഖ്യമന്ത്രി ഈ അടുത്ത ആഴ്ച ശിലാസ്ഥാപനം അടുത്താണ് വലിയ സ്പേസ് പാർക്കിൻ്റെ. നമുക്ക് പുതിയ സ്പേസ് കമ്പനിയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയൊരു കമ്പനി, അവരാണ് മസ്കിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് റോക്കറ്റ് വിട്ടല്ലോ, ഉപഗ്രഹം വിട്ടല്ലോ, അവർ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന കമ്പനി ഒരു വന്നു തുടങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർ ഇത്തവണ അവരുടെ സ്പേസ് ഷോയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിരുന്നു. അപ്പോൾ അതിൽ അവർ കുറച്ച് മുമ്പോട്ട് പോയി. നമുക്ക് ആ പൊട്ടൻഷ്യൽ അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ടെക്നോ പാർക്ക് നമ്മൾ 90 തുടങ്ങി. നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്കാണ്. പക്ഷേ നമുക്ക് അതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നു. ഇപ്പം നമ്മൾ നല്ല രീതിയിലേക്ക് വന്നു. ഇപ്പോൾ ടെക്നോ പാർക്ക് ഉണ്ട്, ഇൻഫോ പാർക്ക് ഇപ്പോൾ ഫുൾ ഇന്നലെ ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്, കുറച്ചുകൂടി ലാൻഡ് പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടി. കോഴിക്കോട് ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ അവിടെ ശ്മശാനം പോലെയാണ്. അവർ തന്നെ ഒരു ആങ്കർ ഇൻഡസ്ട്രി വേണം. ഇപ്പോൾ അവർ പറയണത് ഇത് ഉടൻ സ്ഥലം എടുക്കണം, ഇവിടെ ഒട്ടും സ്ഥലമില്ല. നമ്മളിപ്പോൾ കോറിഡോറുകൾ തുടങ്ങുകയാണ്. അപ്പോൾ അത് ആ പൊട്ടൻഷ്യൽ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞൊരു ഭാഗം വളരെ ശരിയാണ്. നമുക്ക് ആ തുടങ്ങിയ മൊമെൻ്റ് എത്തിപ്പോയില്ല. ഇപ്പോൾ 73 കെൽട്രോൺ തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം ആ സമയത്താണ് ഈ ദക്ഷിണ കൊറിയ ഇലക്ട്രോണിക്സിലേക്ക് കയറുന്നത്. സാംസങ് ഒക്കെ ആ സമയത്താണ് അവരുടെ മറ്റേ ആക്ടിവിറ്റിയിൽ നിന്ന് ഇലക്ട്രോണിക്സിലേക്ക് കോറായിട്ട് അങ്ങോട്ട് മാറുന്നത്. ആ സമയത്ത് നമ്മൾ തുടങ്ങി. ഇന്ത്യയിൽ ആദ്യത്തെ കളർ ടെലിവിഷൻ നമ്മൾ ഉണ്ടാക്കി. ഏഷ്യാഡ് തുടങ്ങുമ്പോൾ നമ്മളാണ് തുടങ്ങിയത്. കൽക്കത്തയിലാണല്ലോ ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ. പലരും പറയും ഡൽഹിയിലാണെന്നാണ്, കൽക്കത്തയിലാണ് ആദ്യത്തെ മെട്രോ. അപ്പോൾ അന്നത്തെ അവരുടെ ടിക്കറ്റിംഗ് മെഷീൻ കെൽട്രോണിൻ്റെ ആ കാലത്ത്. ഏഷ്യൻ ഗെയിംസ് ഡൽഹി നടക്കുമ്പോൾ കംപ്ലീറ്റ് ട്രാഫിക് സിഗ്നലിംഗ് സിസ്റ്റം കെൽട്രോണിൻ്റെ. പിന്നെ നമ്മളത് കുറച്ചങ്ങ് പുറകോട്ട് പോയി. ഇപ്പോൾ നമ്മൾ 1200 കോടി ടേൺ ഓവർ കഴിഞ്ഞു കെൽട്രോൺ. കാരണം നമ്മുടെ കോർ ഏരിയയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ഡിഫൻസ് പ്രധാനമായിട്ടും അതിൻ്റെ സ്പേസ്, ഇതിലെല്ലാം ഇലക്ട്രോണിക്സിൻ്റെ പുതിയ പവർ ഇലക്ട്രോണിക്സ്, സൂപ്പർ കപ്പാസിറ്റർ, ഇവരേക്ക് കെൽട്രോൺ വന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു അന്തരീക്ഷം വന്നു. ഇനിയൊരു സെമി കണ്ടക്ടർ വരുതെന്ന് നമുക്ക് അത്ര എളുപ്പമാവില്ല. കുറച്ച് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, കുറച്ച് പൊല്യൂഷൻ പ്രശ്നം വരും. പക്ഷേ അതിൽ PCBകൾ, ചെറിയ ഫാബുകൾ, ഇതെല്ലാം തന്നെ കേരളത്തിൽ സാധ്യമാകും. ഇപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഒരു ഫ്ലെക്സിബിൾ PCBയുടെ പുതിയൊരു യൂണിറ്റ് IKGS വന്നിരുന്നു. നമ്മുടെ ഇൻവെസ്റ്റ് സമ്മിറ്റ് കൊച്ചിയിൽ നടന്നല്ലോ, നല്ല നിക്ഷേപ വാഗ്ദാനങ്ങൾ വന്നിരുന്നു. അതിലേക്ക് അതൊരു ട്രെയിനിങ് പോയിന്റാണ് ഞാൻ കരുതുന്നത്. ഇവൻ ഈ ഇൻവെസ്റ്റ് കേരള, എനിക്കത് വരാൻ പറ്റില്ല, ഞാനിവിടെ ഉണ്ടായില്ല. അപ്പോൾ പക്ഷേ എനിക്കതിൽ വളരെ അഭിമാനമായിട്ട് തോന്നി. കാര്യം ഞാനൊക്കെ MBA പഠിക്കാൻ പോകുമ്പോൾ ഇതേമാതിരത്തെ സബ്മിറ്റുകൾ ഇഷ്ടമായി
കർണാടകയിൽ കിടക്കുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ ചെന്നപ്പോൾ അവിടെ വന്നിട്ട് ഒത്തിരി സ്പീക്കേഴ്സ് പറഞ്ഞു ഞങ്ങളിതിനെ ബയോടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പോകണം, IT ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ. ദേ ഹാവ് ഡൺ ഇറ്റ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കണ്ണിൽ കണ്ടതാണ് ഈ പറഞ്ഞ കാര്യം. പക്ഷേ കേരളത്തിൽ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ ഇത്തിരി കുറവാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രോഗ്രസ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ 1-2 പരിപാടി മുഖ്യമന്ത്രിയുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഹയാത്തിലൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇൻവെസ്റ്റ് കേരളയിലൊക്കെ അത്രയും ഹൈപ്പ് വന്നിട്ടുണ്ട് ആ ഒരു സാധനം. അതൊക്കെ വളരെ നല്ല ഇനീഷ്യേറ്റീവാണ്, വളരെ നന്നായിട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ കെൽട്രോണിൻ്റെ തന്നെ സാറ് പറഞ്ഞു. ഇപ്പോൾ കെൽട്രോണിൻ്റെയിലും ഓരോ കാര്യങ്ങളായാലും ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കല്ല, ഫ്ലിപ്കാർട്ട് അവിടെ തുടങ്ങി. പക്ഷേ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ കമ്പനി വലുതായതിനേക്കാളും അപ്പുറം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ, കാരണം വെച്ചാൽ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി പേര് വേറെ ഒത്തിരി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി. ഇപ്പോൾ അത് തന്നെ യൂണിക്കോൺസാണ് നോക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ കെൽട്രോൺ അങ്ങനെ വന്നിട്ട് ശരിക്കും പറയാം അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പല ആൾക്കാരും ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങി. പക്ഷേ ആ സ്ഥാപനങ്ങളൊന്നും കെൽട്രോണിന് കിടപടിക്കാവുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ നന്നാവും. ആ ടൈമിൽ ഇയാൾ ബാംഗ്ലൂർ പോയിട്ടുണ്ടാവും, നമുക്കിവിടെ അട്രാക്ട് ചെയ്ത് നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് സ്ട്രക്ചേർഡായിട്ട് ഇവരെയൊക്കെ അട്രാക്ട് ചെയ്ത് നിർത്താനും അതേമാതിരി ഇവർക്കൊരു നല്ലൊരു എക്കോസിസ്റ്റം ചെയ്യാനായിട്ട് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇലക്ട്രോണിക്സ് നമ്മളൊരു പ്രയോറിറ്റി ഏരിയയാണ്. നമ്മൾ 22 പ്രയോറിറ്റി ഏരിയാസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി തന്നെ എൻ്റെ മോട്ടോ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി എന്നുള്ളതാണ്. പ്രകൃതി, മനുഷ്യൻ, വ്യവസായം, നോട്ട് ഇൻ ദ റിവേഴ്സ് ഓർഡർ. അപ്പോൾ അത് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളമാണ് വൺ ഓഫ് ദി ബെസ്റ്റ്. നിങ്ങൾ പറഞ്ഞൊരു ഭാഗമുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ സ്കെയിലിംഗ് അപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ ഇവർ പോകുന്നു. അപ്പോൾ ഞാൻ അവരായിട്ടൊരു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം കേരളത്തിലുള്ളത്? ഇപ്പോൾ ചില പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം, ഡിസൈൻ, ഇങ്ങനെ ചെറിയുള്ള നമുക്കൊരു, പിന്നെ അതിന് പറ്റുന്ന ആ സ്കില്ലുണ്ടായിരിക്കും. ഈ പർട്ടിക്കുലർ സ്കില്ലിലേക്ക് ജമ്പ് ആളുകൾ കിട്ടാൻ കുറേ കൂടി സൗകര്യം അവിടെയാണ്. അവിടെ നിന്ന് ഇവിടുന്ന് ചാടാൻ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിന് എക്സ്പീരിയൻസ് ആയിട്ട് പർട്ടിക്കുലർ സ്കില്ലുള്ളവർ കിട്ടാനുള്ള അവിടെ കുറച്ച് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവർ പറഞ്ഞു. അപ്പോൾ നമ്മളത് പരിഹരിക്കാനായിട്ടുള്ള നമ്മുടെ ഹഡിലെല്ലാം നടത്തുമ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കെയിലിംഗ് അപ്പിനും എല്ലാ പൊട്ടൻഷ്യലും അവർക്ക് എല്ലാ ബാക്കിങ്ങും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ ഈ പത്രപ്രവർത്തകർ, നിങ്ങൾ ആരെങ്കിലും ഈ മേക്കർ വില്ലേജ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആരും കണ്ടിട്ടില്ല. അവർ ഇതൊന്നും കാണുന്നേ ഇല്ല. ശരിക്കും മേക്കർ വില്ലേജൊക്കെ വേറെ ലോകമാണ്. എന്തെല്ലാം പുതിയ സംവിധാനങ്ങൾ അവർ ഡെവലപ്പ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ്, ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് സിറ്റി കിൻഫ്രയുടെ ഐഫോണിൻ്റെ ഉൾപ്പെടെ ചില കമ്പോണൻ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറേ ഉണ്ട് നമുക്ക്. പക്ഷെ അത് നമുക്ക് ജനങ്ങളുടെ മുൻപിലേക്ക് എത്തണം. ആളുകളുടെ ധാരണ ഇപ്പോൾ ഇവിടെ വന്നാലും ഇവിടെ ആകെ പ്രശ്നമായിരിക്കും, അടിയും ബഹളമായിരിക്കും, ലേബർ പ്രശ്നമായിരിക്കും എന്നാണ്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലൊരു മന്ത്രി രാജിവെച്ചു, റാണ രാജിവെച്ചു. അപ്പോൾ അതിന് കാരണം വെച്ചാൽ അവിടെ വലിയ ഒരു സോളർ വിൻഡ് എനർജി കമ്പനി വരുന്നു, വലിയ കമ്പനി. അപ്പോൾ അവിടുത്തെ ലോക്കൽ കുറച്ച് പേരും ഞങ്ങൾ ആളെടുത്ത് തരും, അവരെടുത്തോളണം. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞാൽ പറ്റില്ല, ഇത് വളരെ അഡ്വാൻസ് ടെക്നോളജിയാണ്. എന്നാൽ ശരി, എല്ലാ വർഷവും ഞങ്ങൾക്ക് 2 കോടി വെച്ച് തരണം. അങ്ങനെ തർക്കം വന്നിട്ട് അന്വേഷിക്കാൻ പഞ്ചായത്ത് സർപഞ്ച് പോയി. കേരളത്തിലെ അയാൾ തടഞ്ഞു വെച്ചെങ്കിൽ ലോകം മുഴുവൻ അറിഞ്ഞാൽ. ഇത് വേറൊന്നും ചെയ്തില്ല, ഒരാളെ കൊന്നു കളഞ്ഞു. അതിൻ്റെ വീഡിയോ ലീക്കായിട്ടാണ് ഈ മന്ത്രിക്ക് രാജിവെക്കേണ്ടത്. പുള്ളിയുടെ അനുയായിയാണ് കൂടുതൽ ചെയ്തത്. കേരളത്തിൽ ഇങ്ങനെയൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കേരളത്തിൽ ഇങ്ങനെയൊന്നും. ഇപ്പോൾ വാറങ്കൽ ഞാൻ എപ്പോഴും പറയും, അവിടെ ഒരു AP റയോൺസ് എന്ന കമ്പനിയുടെ ജനറൽ മാനേജറെ വെടിവെച്ചോ കൊന്നേ. നോയിഡയിൽ മാരുതിയുടെ ജനറൽ മാനേജറെ കുത്തിക്കൊന്നു. ഇവിടെ ഒന്നും അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കേരള ആണെങ്കിൽ വലിയ പ്രശ്നമാണ്, ഒരു പണ്ടത്തെ പ്രതീതിയാണ്. പക്ഷെ ഇപ്പം അത് മാറി. ഇപ്പം പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നു. ആളുകൾക്കൊരു കോൺഫിഡൻസ് ആയി, എല്ലാവരും വരുന്നു. സംരംഭക സമൂഹത്തിൽ ഒരു കോൺഫിഡൻസ് ആയി. എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇൻവെസ്റ്റ് സമ്മിറ്റ് നമ്മൾ നടത്തി. സാധാരണ സമ്മിറ്റ് നടത്തും 1 ലക്ഷം കോടി 2 ലക്ഷം കോടി പ്രഖ്യാപിക്കും. പിന്നെ അടുത്ത ഇത് ചോദ്യം വരും എന്തായി, അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. ഇത്തവണ നമ്മൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. എല്ലാ പോളിസികളും ക്ലിയർ ചെയ്തു, ലാൻഡ് അലോട്ട്മെൻറ്റ് ക്ലിയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ജെൻ AI കോൺക്ലേവ്, റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ, ലോജിസ്റ്റിക്, മെഡിക്കൽ ഡിവൈസ്, ഇങ്ങനെ ഒരു 10-20 ഫോക്കസ്ഡ് ആയിട്ടുള്ള കോൺക്ലേവുകൾ നടത്തി. റോഡ് ഷോ ചെന്നൈ, ബാംഗ്ലൂരു, മുംബൈ, ഡൽഹി, അതുപോലെ ദാവോസ്, ദുബായ് റോഡ് ഷോസ് നടത്തി. പിന്നെ നമ്മുടെ ഓൺ ഗോയിങ് ഇൻവെസ്റ്റേഴ്സ്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ അത് തന്നെ 12,000 കോടിയുണ്ട്. ഇതുകൂടെ അംബാസഡേഴ്സ് മീറ്റ് നടത്തി ഡൽഹിയിൽ. 36 രാജ്യങ്ങളിലെ ഡിപ്ലോമാറ്റ്സ് പങ്കെടുത്തു. ഇതിൻ്റെയൊക്കെ അതിനുശേഷം ദാവോസിൽ പോയി. അതിനുശേഷമാണ് നമ്മൾ സബ്മിറ്റ് നടത്തിയത്. ഇപ്പോൾ സബ്മിറ്റ് നമ്മൾ ഡാഷ്ബോർഡ് ഉണ്ട്.
ഓരോന്നിനും കലണ്ടർ ഉണ്ട്. ഈ മാസം ഇപ്പോൾ 12,500 10,000 നേരത്തെ മ്യൂട്ട് ചെയ്തതാണ് BPCLൻ്റെ ആദ്യത്തെ സബ്മിറ്റിൽ വന്നതാണെങ്കിലും പിന്നെ നിർത്തി വെച്ചേക്കായിരുന്നു. അതിപ്പോൾ ഇതിൻ്റെ ഭാഗം വീണ്ടും തുടങ്ങി. അപ്പോൾ 22,000 23,000 കോടി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എത്ര ജോലി ഇവിടെ വരും? അത് ഓരോന്നും വ്യത്യസ്തമായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം ഒരു ഇപ്പോൾ തുടങ്ങിയത് നിർമ്മാണമാണല്ലോ. അപ്പോൾ അവരവരുടെ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓരോന്നിനും നമുക്ക് ഇന്ന മേഖല ഇന്ന കമ്പനി ഇത്ര തുടങ്ങും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. നല്ല തൊഴിൽ നമ്മുടെ ഒരു 20 ലക്ഷം തൊഴിൽ ഈ കംപ്ലീഷന് മുമ്പ് ഉണ്ടാക്കാനാണ് എല്ലാ മേഖലയിലും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടൈമിൽ തന്നെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എറണാകുളത്ത് നമ്മൾ വലിയൊരു ജോബ് ഫെയർ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. ഒരു 10,000. ഇതോടൊപ്പം തന്നെ എനിക്ക് ഉള്ള കാര്യം, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മളിപ്പോൾ യൂണിക്കോൺസൊക്കെ അങ്ങോട്ട് പോകണതിൻ്റെ കാര്യം ചില ഒരു എക്കോ സിസ്റ്റം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ എംപ്ലോയീസ് മാത്രം പോരാ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാട്ട് ആർ വി ഡൂയിങ് ടു ആ വേറെ എക്സ്പേർട്സിനാ വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് കേരളത്തിൽ സെറ്റിൽ ആവാന്ന്. ഇപ്പോൾ ബാംഗ്ലൂരിനൊക്കെ ഉള്ള കൊണ്ടുവച്ചാൽ കന്നഡികാസല്ല, ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് അവർ സ്കിൽഡ് ആൾക്കാരുണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്കിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നടക്കും? അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അൺസ്കിൽഡിൽ വന്നല്ലോ ആള്. അൺസ്കിൽഡ് വന്നപ്പോൾ ഞാൻ ഹയർ ഇനിയിപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് ആളുകൾ വരാൻ തുടങ്ങും. കാരണം ഈ സൗകര്യങ്ങൾ ഇപ്പോൾ വരുമ്പോൾ ഇപ്പോൾ എയർ ഇന്ത്യയുടെ GCC ഇവിടെ തുടങ്ങിയില്ലേ, 1000 സീറ്റാ കാക്കനാട് തുടങ്ങിയത്. EY-യുടെ 10,000 പേര് ഇപ്പോൾ എടുത്തവർ 10,000 പേരിപ്പോൾ അടുത്ത ഒരു പീരീഡിനുള്ളിൽ എടുക്കാൻ പോകണം. 20,000 പേര് ഇവിടെ വർക്ക് ചെയ്യാൻ പോകണം. ഇതെല്ലാം മലയാളിയല്ല, മറ്റ് സ്റ്റേറ്റിലെ ആളുകൾ വരികയാണ്. ഇപ്പോൾ IBM-ൻ്റെ 3,000 പേര് അവരെടുത്തല്ലോ. ഇനി ലുലുവിൻ്റെ ഇപ്പോൾ പുതിയ ടവർ 28-ാം തീയതി വരെ അതിൻ്റെ ലോഞ്ചിങ് ആണ്. 2 പുതിയ ടിൻ ടവർ വരാണ്. അതിൽ 3-4 ഫ്ലോർ IBM എടുത്തു കഴിഞ്ഞു. പ്രിസ്റ്റീജിൻ്റെ ടവർ അവിടെ മറ്റ് കമ്പനികൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അതിൽ തന്നെ ബേക്കർ ലില്ലി ഫെയറിയൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഓഡിറ്റ്, നിങ്ങൾ എന്തായാലും ഈ കണക്കൊക്കെ നോക്കുന്നത് ലോകോത്തര കമ്പനിയാണ്. അവരൊരു ഓഫീസ് ക്യാമ്പസ് ഇവിടെ തുടങ്ങി, ജോയിൻറ്റ് വെഞ്ചറായിട്ട്. അതിന് തുടങ്ങിയതിൻ്റെ കൃത്യം 1 മാസം തികയുമ്പോൾ ഈ ഫെയറിയൻ മാത്രമായിട്ട് ഈ ഇൻഫോ പാർക്കിൽ അടുത്ത ക്യാമ്പസ് തുടങ്ങി. ഒരു സ്റ്റാഡ ഗ്ലോബൽ അവർ 1,400 പേരെ 100 ദിവസം കൊണ്ട് റിക്രൂട്ട് ചെയ്ത് കേരളത്തിൽ നിന്ന്. അപ്പോൾ നമുക്കുണ്ട് പൊട്ടൻഷ്യൽ. പുറത്തുനിന്നും ആളുകൾ വരും, പുറത്തുനിന്ന് ആളുകൾ വരും. കാരണം ഒരു ലെവലിലുള്ള ആൾ അവിടെ നിന്ന് വേണ്ടി വരും. ഇപ്പോൾ SCL-ൻ്റെ ഒക്കെ പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. നല്ല ഇപ്പോൾ കർണാടക, അവിടെ ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നുള്ള ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജിനോസിറ്റി മോഡൽ നമ്മൾ തിരുവനന്തപുരത്ത് തുടങ്ങാണല്ലോ, അവിടെ വരും. പിന്നെ നമ്മുടെ ഒരു ഇത് ഇപ്പോൾ വിഴിഞ്ഞം, ഞാൻ ഈ വിഴിഞ്ഞത്തിൻ്റെ ഈ ഒരു ഡെവലപ്മെൻറ്റിൽ എന്താണ് പ്രിപ്പറേഷൻസ് ഇപ്പോൾ നടക്കുന്നത്? കാരണം വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ ഒത്തിരി അതിനെ ബന്ധിക്കുന്ന കുറേ സാധനങ്ങൾ വരും. ഇപ്പോൾ ആൾക്കാർക്ക് താമസം വേണം, ആൾക്കാർക്ക് മെസ്സ് വേണം, ആൾക്കാർക്ക് പിന്നെ റിയൽ എസ്റ്റേറ്റ് അവിടെ ബിൽഡാവും. അപ്പോൾ ശരിക്കും കേരളത്തിന് അത്രയും സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവിടെ ഇനി ഇതൊരു സിംഗപ്പൂർ മോഡലൊക്കെ വല്ലതും ചെയ്യേണ്ടി വരുമോ? സിംഗപ്പൂർ മോഡൽ നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലവും ഇത് മാത്രമല്ല. ഇപ്പോൾ വിഴിഞ്ഞത്തൊരു കപ്പലെടുക്കുമ്പോൾ കൊളംബോയിലോ അല്ലെങ്കിൽ മുംബൈയിലോ ഒക്കെ അടുക്കുന്നതിനേക്കാളും ഒരു 8 to 10 days സേവ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇൻ്റർനാഷണൽ കപ്പൽ ചാലുമായിട്ട് ഏറ്റവും അടുത്ത് സ്വാഭാവിക ആളുള്ളതാണ്. അപ്പോൾ കപ്പൽ അടുക്കുന്നതിന് അവിടെ നിന്ന് വഴിമാറി ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ 7 ദിവസം ലാഭിക്കാം. ഒരു ദിവസം സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ $25,000 സേവ് ചെയ്യാൻ പറ്റും ഒരു കപ്പലിന്. ആ 10 ദിവസം ഒരു കപ്പൽ സേവ് ചെയ്യാൻ പറ്റിയാൽ $2.5 ലക്ഷം. ഈ $2.5 ലക്ഷം ആ കപ്പലിൽ വന്നിട്ടുള്ള സാധനങ്ങളുടെ വിലയിൽ പ്രതിഫലിക്കും. അപ്പോൾ ലോകത്തു നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ പലയിടങ്ങളിൽ നിന്നായിട്ട് വിഴിഞ്ഞത്തേക്ക് വരാം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറയും. നമ്മളവിടെ മാനുഫാക്ചറിങ് സോൺ ഇപ്പോൾ നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സ്ഥലമൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രത്യേക കമ്പനി രൂപീകരിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് അതിലേക്ക് എത്തും. ഒരു കോറിഡോർ വരുന്നുണ്ട് കൊല്ലം വരെ. അപ്പോൾ അവിടെ ഒരു മാനുഫാക്ചറിങ് സോൺ. ഈ ലോകത്തുള്ള അസംസ്കൃത വസ്തുക്കൾ അങ്ങോട്ട് വരുന്നു, അവിടെ വെച്ച് അസംബിൾ ചെയ്യുന്നു, തിരിച്ച് വീണ്ടും കപ്പൽ വിഴിഞ്ഞത്തേക്ക് പോകുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പ്രൊഡക്റ്റ് പോകുന്നു. നമ്മളിവിടെ ഒന്നും വരണ്ട, ലോകത്തു നിന്നുള്ള റോ മെറ്റീരിയൽ വരുന്നു, അസംബിൾ ചെയ്യുന്നു, പ്രൊഡക്റ്റ് ലോകത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ $25,000 ലാഭം, അങ്ങോട്ട് പോകുമ്പോൾ $25,000 ലാഭം. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായ ചീപ്പ് പ്രൊഡക്റ്റ് ലോക വിപണിയിലേക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ വലിയൊരു പൊട്ടൻഷ്യൽ. അപ്പോൾ ലോജിസ്റ്റിക് പാർക്ക് വേണ്ടി വരും, പുതിയ സംവിധാനങ്ങൾ വേണ്ടി വരും, ഇതിനനുസരിച്ച് സ്കില്ല് വേണ്ടി വരും, കൂടുതൽ ഷിപ്പ് വരും.
അപ്പോൾ അതിനനുസരിച്ച് മറ്റ് മേഖല ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സിംഗപ്പൂർ മോഡൽ തന്നെ നമുക്ക് കേരളത്തെ എനിക്കൊരു 10-15 ഹൈടെക് മാനുഫാക്ചറിങ് നമ്മുടെ പുതിയ പോളിസി വരുന്നുണ്ട്. ഒരു 10 ഇപ്പോൾ ഐഫോൺ ഉണ്ടല്ലോ, ഐഫോണ് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബുകാരെ അറിയാലോ, അതിൽ കഴിഞ്ഞ ദിവസം രാജിവെച്ച ആൾ പറയും ഐഫോണിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരാൾ പറയുന്നത് $10 ഉള്ളൂ. അത് എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. ഒരു ഭാഗമുണ്ട് ആ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്പോണൻസിന്റെ കോസ്റ്റും മറ്റ് അതിൻ്റെ ജോലിയുടെ ആയിരിക്കും. ഇനി 10, 20, 30, 50, 100 ആയിക്കോട്ടെ, ബാക്കി എവിടെ അവർ വരുന്നു, അതവരുടെ ലാഭമല്ല. ഇതിന് ബാക്ക്വേർഡ് ഫോർവേഡ് എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. ഏറ്റവും പ്രധാനം റിസർച്ചാണ്. റിസർച്ചിലാണ് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത്. ഇപ്പുറത്ത് ഇതിൻ്റെ ഫോർവേഡ് വരുന്ന മാർക്കറ്റിംഗ്. പണ്ട് പറയും മൈക്ക് ജോർദാൻ ഒരു ബ്രാൻഡ് അംബാസഡറായ കമ്പനിക്ക് മൊത്തം തൊഴിലാളി കൊടുക്കുന്ന ശമ്പളത്തേക്ക് കൂടുതലാണ് ജോർദാൻ്റെ നൈക്കിൻ്റെ. അപ്പോൾ അത് ഈ ഭാഗത്തുണ്ട് അതിന് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ AI ടൂൾ ഉപയോഗിക്കുന്നു, മറ്റുപയോഗിക്കുന്നു. അപ്പോൾ ഈ 2 ഭാഗത്താണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇപ്പോൾ പ്രൊഡക്ഷൻ ഇപ്പോൾ നിങ്ങൾ ഇന്ന് കേരളത്തിൽ ചെയ്യുന്നു, ഐഫോൺ എന്ന് എഴുതുക, നാളെ നിങ്ങൾക്ക് വിയറ്റ്നാമിൽ കൊണ്ടുപോകാം, മറ്റൊന്ന് ചൈനയിൽ കൊണ്ടുപോകാം. ഇതങ്ങനെ എളുപ്പം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമുക്കെവിടെ സാധ്യത? ഈ പ്രൊഡക്ഷൻ അവിടെ നിന്നോട്ടെ, നമ്മൾ റിസർച്ച് നമുക്ക് നല്ല സാധ്യതയുണ്ട്. മാർക്കറ്റിങ്ങിൽ നമുക്ക് പുതിയ ടെക്നോളജി ഡ്രിവൺ ആണല്ലോ എല്ലാം. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഹൈടെക് മാനുഫാക്ചറിങ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് കേരളം ഇപ്പോൾ പോകുന്ന ഇപ്പോൾ ഒരു നവകേരളം എന്നുള്ളതാണല്ലോ. കഴിഞ്ഞൊരു 9 വർഷം ശ്രമിക്കുന്നതും മുഖ്യമന്ത്രിയുടെയൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിന് പ്രധാന സ്ലോഗനാണ്. ഒരു 10-15 വർഷത്തിനുള്ളിൽ കേരളം ലോകത്തിൻ്റെ ഒരു ഹൈടെക് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറാൻ കഴിയും. നോളജ് ഇൻഡസ്ട്രീസിൻ്റെ ആയിക്കോട്ടെ. ഇത് ആവട്ടെ, എനിക്കും പ്രാർത്ഥന. കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്കെപ്പോഴും ആഗ്രഹം വെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരുടെ കാശുണ്ടാവണം. കാരണം എൻ്റെ ഫാദർ അല്ലേ ചെയ്തത്, അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നത് നമ്മളെല്ലാവർക്കും കാശുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പോളിസി എടുത്താൻ പറ്റുള്ളൂ. ഈവൻ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റിയും വേണം. അതേപോലെ തന്നെ ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ വരണം. അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പലപ്പോഴും പറയും പണം എല്ലാവരും അല്ല എന്ന് പറയും. പക്ഷേ എന്ത് സാധനം ചെയ്യണമെങ്കിൽ അതൊരു പണം ഇൻവോൾവാണ്. അതിന് ഭയങ്കര ഒരു സാധ്യതയും ഉള്ളതാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ബാംഗ്ലൂരൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നൊരു കാര്യമാണ്, എനിക്ക് അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവന് ചിലപ്പോൾ ഒരു 2 ലക്ഷം അല്ലെങ്കിൽ ഒരു 3 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടുന്നുണ്ടാവും. അത് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ മെട്രോയിൽ പോകുമ്പോൾ കാണാൻ പറ്റും, സ്ട്രീറ്റിൽ കാണുമ്പോൾ നമുക്കത് ആ പിള്ളേരെ കണ്ടാലറിയാം ഇത്രയും ശമ്പളമാണ്. പക്ഷേ കേരളത്തിൽ നോക്കുമ്പോൾ അത്രയില്ല. അപ്പോൾ നമുക്ക് എത്ര ദൂരമുണ്ട് ഇനി ആ ടൈപ്പ് ഓഫ് ഇൻകം സോഴ്സ് ഇവിടെ കോമൺ മാൻ വരാൻ? കഴിഞ്ഞ ദിവസം 61 ലക്ഷം പെർ ആനം വാങ്ങിക്കുന്നവർ നമ്മുടെ നാട്ടിൽ. അതെ കറക്റ്റ്. 20 ലക്ഷം വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ അതിപ്പോൾ വന്നു തുടങ്ങി. ഇപ്പം എനിക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ മുകളിൽ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഓരോ ഇൻകം വർദ്ധിച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഈ ഇൻകം ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഫോറിൻ മണി റെമിറ്റൻസ് വരുന്നത്. കൂടാതെ തന്നെ ഈ ഇൻകം ഗ്രൂപ്പും ശക്തിപ്പെട്ടു വരുന്നുണ്ട്. പിന്നെ അവർ പഴയ പോലെ അങ്ങനെ തന്നെ എല്ലാത്തിലും ചെയ്യണം. അവർ വണ്ടി വാങ്ങണമെന്നില്ല. യൂബർ ഉണ്ടല്ലോ, എന്തിനാ വണ്ടി വാങ്ങിക്കണേ, ഫ്ലാറ്റ് എന്തിനാ വാങ്ങിക്കണേ, റെൻറ്റിൽ നേടുന്നാവില്ല, വെറുതെ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട, ഇങ്ങനെ ചിന്തിക്കുന്ന വിഭാഗമുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇൻഷുറൻസും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വെങ്കി രാമകൃഷ്ണൻ്റെ വൈ വി ഡൈ എന്ന് വായിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ ഈ ഏതെങ്കിലും ജീൻ കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റിയൊക്കെ വെച്ച് അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാതിരുന്നാൽ എങ്ങനെ മനുഷ്യൻ്റെ ആയുസ് കൂട്ടാം, മരണമില്ലാതിലേക്ക് ആയുസ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് എങ്ങനെ എത്തിക്കാം. അപ്പോൾ ആ രൂപത്തിലേക്കുള്ള ഇതിലെല്ലാം നമുക്ക് വലിയ ഗവേഷണ സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ കൗതുകരായ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആളുകൾ. ലോകത്തിൽ ഏറ്റവും പ്രായക്കൂടുതലുള്ള ആളുകളുടെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അതെല്ലാം സ്ത്രീകളായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ മേഖലകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ റിസർച്ചാണ് പ്രധാനം. അതിന് പറ്റുന്ന ട്രാൻസാക്ഷൻ റിസർച്ച് സെൻ്ററുകൾ, ഇതെല്ലാം നമ്മൾ നന്നായി നമുക്ക് ഇനി ശക്തിപ്പെടുത്താൻ കഴിയും. ഓക്കെ. അല്ല, ഇതെല്ലാം കേരളത്തിൽ നടക്കട്ടെ. അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം വെച്ചാൽ ഇത് 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റാണ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ ഒരു പേഴ്സണൽ ഫിനാൻസ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പല ആൾക്കാർക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ട്, ഇപ്പോൾ ഒത്തിരി ടെൻഷനുണ്ട്, ഒത്തിരി EMI ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൊരു അഡ്വൈസ് എന്താണ്, ഒരു പൈസ കൃത്യമായിട്ട് മാനേജ് ചെയ്യണത് അല്ലെങ്കിൽ പൈസ കൃത്യമായിട്ട് മേക്ക് ചെയ്യണതിനെ കുറിച്ചിട്ട് സാറ് ക്യുക്കായിട്ടൊരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? കേരളത്തിലൊരു പ്രത്യേകത, ഞങ്ങളെ പറ്റിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിക്കുന്ന വലിയ വിഭാഗമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്ര പണം കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര ആളുകളാണ് ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ പകരുമ്പോൾ. അപ്പോൾ അതിൽ നമ്മളൊരു പ്രശ്നം, പലതിലും നമ്മൾ എല്ലാം അറിയാവുന്ന മട്ടുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ വെർച്വൽ അറസ്റ്റ് കണ്ടില്ലേ,
വളരെ അറിവുള്ള ആളുകളും ഉടൻ തന്നെ വെർച്വലായിട്ട് ഇരുന്നുകൊണ്ട് പറയുന്നത് പൈസ ട്രാൻസ്ഫർ ചെയ്യില്ല. ഡോക്ടർമാർ, ജഡ്ജി ആയിരുന്ന ആളുകൾ, അഭിഭാഷകർ, ബിഷപ്പ്മാർ ഒക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലിറ്ററസി ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ജോലി ചെയ്യാണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഞാൻ അത് എപ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാറുണ്ട്. ഈവൻ ഇതിൽ പറഞ്ഞപ്പോൾ എനിക്ക് നിർത്തനേക്കാൾ മുന്നേ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ US പോയിട്ട് നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ റിട്ടയർമെൻ്റ് എന്നുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വലിയ കോൺഫിഡൻസ് ഇല്ല. അവർക്ക് 2 മില്യൺ അവിടെ ഉണ്ട്, എന്നിട്ടും അവർക്ക് കോൺഫിഡൻസ് ഇല്ല അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിന് റിട്ടയർമെൻറ്റ് എടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ശരിക്കും അവർക്ക് 2 മില്യൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 16 കോടിയായി. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ 16 കോടി ഉണ്ടെങ്കിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അടിച്ചു പൊളിച്ച് റിട്ടയർമെൻറ്റ് എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ആ ആൾക്കാർ ഇവിടേക്ക് ഈ ഇപ്പോൾ സാറൊക്കെ പറഞ്ഞ ഇനീഷ്യേറ്റീവിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഇതിനെയും ഒരു അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് കാണട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക, ആശംസിക്കുക. ഞങ്ങളും ചില ലോകോത്തര ബ്രാൻഡുകളെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഈ സീനിയർ ലിവിങ്, അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ്സ്, ഇതിലെല്ലാം. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ആളിലൊക്കെ ഇങ്ങോട്ട് വന്നു റെഡി ആയിരുന്നോളാൻ പറയാം. നമ്മൾ അത്തരം സൗകര്യങ്ങൾ ഒരുക്കുക. അവർക്ക് നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല കെയർ, നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഞാനെപ്പോഴും പറയും, നമ്മളിപ്പോൾ ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾ ലോകത്ത് പോലും മാസ്ക് ഇല്ലാതെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെ വരെ ടേക്ക് എ ഡീപ് ബ്രീത്ത്, ശുദ്ധവായു, അപ്പം എല്ലാം ഉണ്ട്. അപ്പോൾ അവരോട് പേടിക്കണ്ട, കേരളം ഈസ് റെഡി എന്ന് പറഞ്ഞോളൂ. ഓക്കെ. താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് ഈ ഒരു ടൈം നമുക്ക് തന്നതും എനിക്കറിയാം ഇത് സാറിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യണം, കേരളത്തിൽ നല്ല ഒരു കാര്യങ്ങൾ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിനാണ്. അപ്പോൾ എനിക്കും വളരെ ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെക്കൊണ്ട് എന്തൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ. അപ്പോൾ ഈ വീഡിയോ ആൾക്കാരിലേക്ക് എത്തട്ടെ എന്നും ആൾക്കാർക്ക് നമ്മുടെ സ്റ്റേറ്റിനെ ശരിക്കുള്ള ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് കാണട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ലേ സാർ? ഓക്കെ. എന്തെങ്കിലും ഫൈനൽ കമൻറ്റ്സ് ഫോർ? ഇല്ല, അത് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിക്കാം, ഒരേപോലെ നിന്നിട്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ശ്രമിക്കാം. നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ ജോലി ചെയ്യട്ടെ, നാട് കുറേ കൂടി വളരട്ടെ, ലോകത്തിന് പുതിയ മാതൃകയായിട്ട് മാറട്ടെ. ഓക്കെ. താങ്ക് യു. താങ്ക് യു.